വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ഇനി ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് ധാരാളം മെസ്സേജുകൾ ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2-3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഭാവിയിൽ ദൈവത്തിൻ്റെ സഭകൾക്ക് സംഭവിക്കാൻ പോകുന്ന വേദശാസ്ത്രത്തിലെ 7 പീരീഡുകൾ, 7 സഭയുടെ അവസ്ഥകൾ എന്നാണ്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ ഏഷ്യ മൈനറിൽ വ്യാപിച്ചു കിടക്കുന്ന 7 സഭകളെ മുൻനിർത്തിക്കൊണ്ട് ദൈവസഭ ഭാവിയിൽ ഇതിലൂടെ കടന്നു പോകും എന്ന് പറയുന്ന ചിന്തകളാണ് അതിനകത്തുള്ളത്. ഭൂമിശാസ്ത്രപരമായി, ദൈവശാസ്ത്രപരമായി ഫിലദൽഫിയെക്കുറിച്ച് 1-2 വാചകങ്ങൾ, ഒരു പ്രസംഗശാസ്ത്രം എന്ന നിലയിൽ. സ്മുർണയിൽ നിന്നും ലവോദിക്കയിലേക്ക് 2ന്റെ ഇടയിലാണല്ലോ ഫിലദൽഫിയ വരുന്നത് സഭകളെ കടന്നു നോക്കുമ്പോൾ. അപ്പോൾ സ്മുർണയിൽ നിന്നും ഫിലദൽഫിയയിലേക്ക് പോകുന്ന രാജപാതയിൽ എവിടെയോ ആണ് ഈ പറയുന്ന സ്ഥലം. ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല മുന്തിരി വിളയുന്ന സ്ഥലം, അപ്പോൾ തന്നെ ഭൂകമ്പ ബാധിത പ്രദേശം. ഒരു കാലഘട്ടത്തിൽ റോമ സർക്കാരിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭരണങ്ങൾക്ക് ശേഷം റോമൻ കൈസർ വരെ ആരാധിച്ചിരുന്ന ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. നാമധേയ ക്രൈസ്തവരായി 1-2 സഭകൾ മാത്രം പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഇന്നും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഫിലദൽഫിയെക്കുറിച്ച് അറിയുന്നത്. പിന്നെ ഫിലദൽഫിയ എന്ന പദം നമുക്ക് കൂടുതൽ പരിചയമാണ്. നമ്മുടെ ഒത്തിരി സഭകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിലദൽഫിയ എന്ന് പറഞ്ഞ്. പിന്നെ അവരുടെ സംഘടനയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. സഹോദര സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ 7ാമത്തെ വാക്യം മുതൽ 13ാമത്തെ വാക്യം വരെയുള്ള എല്ലാ വാക്യങ്ങളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ വർണ്ണിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ 10ാമത്തെ വാക്യം ഞാൻ എടുക്കാൻ കാരണം ഇന്നത്തെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബൈബിളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഏത് കാലഘട്ടത്തിലും ബൈബിളിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതാണ്. പണ്ടുള്ള സിനിമകൾ ഇന്ന് ആളുകൾ കാണാൻ മടിക്കുന്നു. പണ്ടുള്ള പല കാര്യങ്ങൾക്കും, എഴുത്തുകൾക്കും മതി, ക്രോധം കടന്നു പൊക്കോളും, സഭ മഹാപിണ്ഡത്തിൽ കൂടി കടന്നു പോകും എന്ന് വ്യാഖ്യാനിക്കും. ചൊല്ലു പറയും അങ്ങനല്ല, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് നിന്ന് എന്നാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാതാക്കൾ ഒത്തിരിയുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ സംവാദങ്ങൾ ഇന്നൊന്നും ഉണ്ടായതൊന്നുമല്ല. ഞാൻ അതിനകത്തൊന്നും ഉൾപ്പെടാറുമില്ല. അതിൻ്റെ ഞാൻ 2ാം വരവിൻ്റെ വിഷയങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് പലരും ഉണ്ട്. എന്നെ ചിലർ മഹാപീഡന കാലത്തിൽ കൂടി സഭ കടന്നു പോകുമോ ഇല്ലയോ എന്ന സംവാദത്തിൽ ഏർപ്പെടാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഞാൻ 2 പ്രാവശ്യം സംവാദങ്ങൾക്ക് പോയതാണ്. ഈ വിഷയം 2 പ്രാവശ്യവും തൊപ്പിപ്പാളയിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് ഞാനങ്ങും പോയില്ല. കാരണം ഈ വിളിക്കുന്നവർക്കൊരു തോന്നലുണ്ട് എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന്. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു സംവാദത്തിൽ ചെന്ന് കയറി വരാമെന്നൊരു തോന്നൽ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഈ സംവാദങ്ങളൊന്നും ആർക്കെങ്കിലും ജയിക്കാമെന്ന് തോന്നിയിട്ടുമില്ല. കാരണം രക്ഷയുടെ ഭദ്രതയാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും അന്യഭാഷയാണെങ്കിലും ഒക്കെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വെറുതെ സംവാദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സ്റ്റാൻഡില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നത് സഭ മഹാപീഡന കാലത്തിന് മുൻപ് എടുക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം എവിടെയും പറയാമല്ലോ. പിന്നെ പണ്ട് കാലത്ത് ഞാൻ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ കിട്ടി. എൻ്റെ പൊന്നെ, അത് കിട്ടിയ പ്രബന്ധം ഈ വിഷയമാണ്, സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ. 28 പുസ്തകം, അന്ന് 3000 ലോഗോസൊക്കെ ഉണ്ട്. ഞാൻ പോയി വാങ്ങി പഠിച്ച്, തച്ചിലിരുന്ന് പഠിച്ച്, ബജറ്റ് അവതരിപ്പിക്കാൻ വരുന്ന ഒരു ധനമന്ത്രിയുടെ ഗൗരവത്തോടെ ഞാൻ വന്ന് 2-3 കുപ്പി വെള്ളമൊക്കെ കുടിച്ച് രാവിലെ 10 മണി മുതൽ 11 മണി വരെ വായിച്ച് തീർത്തു. പിന്നീട് സംവാദമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എവിടെയാണ്, എറണാകുളത്ത് ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ ഞാനന്ന് അവിടെ തിയോളജി പഠിപ്പിക്കുകയാണോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. ഭയങ്കര സംവാദം, ചൂടേറിയ സംവാദം. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയപ്പോൾ എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചൊരു ദയാസനം പറഞ്ഞു, ശരിക്ക് കഴിച്ചോ, കാരണം ഉച്ച കഴിഞ്ഞാണ് കട്ടിയേറിയ ചോദ്യങ്ങൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാൻ പോയില്ല, പേടിച്ചിട്ട്. ലൈബ്രറിയിലോട്ട് പോയി അവിടെ ചെന്ന് കുറച്ചുകൂടെ പുസ്തകങ്ങൾ വിഴുങ്ങിയിട്ട് തിരിച്ചു വന്നു. ഉച്ച കഴിഞ്ഞും സംവാദമായി. 3:30 ഒരുവിധം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്ന് ജോയി പാറയ്ക്കൽ വളരെ ശക്തമായി തെളിയിച്ചിരിക്കുന്നു. നമുക്ക് കരമടിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. സ്റ്റേജിലോട്ട് വിളിച്ചു. കിങ് ജെയിംസ് വേർഷൻ്റെ അന്ന് 1650 രൂപ വിലയുള്ള ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരാൻ വേണ്ടി സ്റ്റേജിലോട്ട് വിളിച്ചു. എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഒരു ദൈവദാസൻ പുറത്ത് എഴുന്നേറ്റ് ഞങ്ങളുടെ ഒരു ചെറിയാനപ്പച്ചൻ ചെയ്തിട്ട് പറഞ്ഞു,
സമ്മാനമൊക്കെ വാങ്ങിക്കോളൂ, പക്ഷേ ജോയി പാറയ്ക്കലല്ല ആര് പറഞ്ഞാലും സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും എന്ന് ഒന്നുകൂടി അദ്ദേഹം ഉറപ്പിച്ച് വിളിച്ചു പറഞ്ഞു. എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ ചോദിച്ചെന്നാൽ 1-2 സംശയങ്ങൾ ചോദിച്ചോളൂ. 2 ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു. പുള്ളിക്ക് തൃപ്തികരമല്ല. ബുദ്ധിമാനായ ഞങ്ങളുടെ മോഡറേറ്റർ പ്രിൻസിപ്പൽ പറഞ്ഞ മറുപടി ഞാൻ ഇന്നും ചിലയിടത്തൊക്കെ ഒന്ന് സ്കൂട്ടായിട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും നിപ്പ് കണ്ടപ്പോൾ എനിക്ക് സംശയമില്ല, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇനി സമയമില്ല, കാരണം എല്ലാവരും 3:30 ആയതുകൊണ്ട് ബൈബിളിൻ്റെ സിബൊക്കെ ഇട്ട് ഇങ്ങനെ കഷ്ടത്തിൽ വെച്ചിരിക്കുകയാണ്. അവർ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിക്കാം, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമ്മതമാണ്, എന്നെ തിയോളജി പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പോൾ ആ അപ്പച്ചനും പറഞ്ഞു സമ്മതമാണ്, സാറ് പറഞ്ഞ സമ്മതമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളിങ്ങനെ തർക്കിച്ച് നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങളെ ഇനി ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജോയി പാറയ്ക്കൽ മഹാപീഡന കാലത്തിന് മുമ്പ് പോകട്ടെ, ചെറിയാനപ്പച്ചൻ അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ആകെപ്പാട് വിഷമിച്ച് നോക്കിയിരിക്കും. പുള്ളി പറഞ്ഞു അതല്ല അങ്ങനെ അല്ല, ജോയി പാറയ്ക്കൽ പോട്ടെ അപ്പച്ചൻ, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വന്നാൽ പോരെ, അവിടെ ഇരിക്കാം. അപ്പം ഞാനിപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇതിലൂടെ പോയേ പറ്റുള്ളൂ. എൻ്റെ പൊന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ 10 മാസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് വീർപ്പ് മുട്ടി UK-യിലും അമേരിക്കയിലൊക്കെ ആളുകൾ പിന്നെ ടെൻഷൻ പിടിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ് ആളുകളെ. പിന്നെ നമ്മുടെ ഇടയിലൊക്കെ ആളുകൾ വരാത്ത എന്താണെന്ന് വെച്ചാൽ അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല, ഈ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് കൊറോണ തെളിയിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലെന്നേ. സ്തോത്രം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്കതിന് മുൻപേ പോകണമെന്നാണ്. എന്നെ കൊണ്ടെങ്കിലും പിടിച്ചിരിക്കാനുള്ള കാര്യമില്ല. 3.5 കൊല്ലത്തിനിടയിൽ 60 ബാധകളൊക്കെ വന്നാൽ നെഞ്ചും നെറ്റിയും കൊടുത്ത് പടക്കെടുത്ത് നിൽക്കുന്ന പടത്തലവനെ പോലെ പടച്ചട്ട ഇണഞ്ഞ് നിന്നോളാമെന്ന് വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല, എന്നെ കൊണ്ട് പറ്റത്തുമില്ല, എനിക്ക് അത്രയും വിശ്വാസമില്ല. അതുകൊണ്ട് അതിന് മുമ്പേ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങോട്ട് പോകണമെന്ന് കർത്താവ് സഹായിക്കട്ടെ. അത് കഴിഞ്ഞ് വരുന്നു എന്നുള്ളവർ അത് കഴിഞ്ഞ് വന്നാൽ മതി, എനിക്കൊരു പിണക്കവുമില്ല, വിധി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരട്ടെ. ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന ഒരു പരീക്ഷാകാലം എത്ര കറക്റ്റാണ്. ഉപദേശിമാരൊക്കെ പ്രസംഗിച്ചാൽ ആര് കേൾക്കാൻ? ഭൂതലത്തിൽ എങ്ങും വരുവാനൊരു പരീക്ഷാകാലം, അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടാകും നമ്മൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? COVID-19 5 വിധ മുന്നറിയിപ്പുകൾ, അതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗം, എൻ്റെ പ്രമേയം. COVID-19 കൊറോണ 5 വിധ മുന്നറിയിപ്പുകൾ. അതാണ് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, മുന്നറിയിപ്പ് അവഗണിച്ച് എന്ത് സംഭവിക്കും? എനിക്ക് ഈ പരിശോധന പ്രസംഗിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി പരിശോധന പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു സുവിശേഷത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. കേരളത്തിലെ 465 സിറ്റികളിൽ ഞാൻ നടന്ന് ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ 26 സംസ്ഥാനങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ട്രാക്ട് കൊടുക്കും. അപ്പോൾ അന്ന് ട്രാക്ട് കൊടുക്കുമ്പോൾ ഒരു ട്രാക്റ്റുണ്ട്, അപകട സൂചനകളെ അവഗണിക്കരുത്. ഡ്രൈവിംഗ് ലൈസൻസിന് ചെല്ലുമ്പോൾ അവിടെ ഫ്ലക്സിൽ വരച്ചു വെച്ചിരിക്കുന്ന കുറേ ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പറയുന്നത്, അപകട സൂചനകൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. അല്ലാതെ സംഭവിക്കാൻ. അതുതന്നെയാണ് ഈ പ്രസംഗത്തിലൂടെ പറയുന്നത്, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ബൈബിൾ നൽകുന്ന ശക്തമായൊരു മുന്നറിയിപ്പ്. കോവിഡും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഞാൻ സുതാര്യമായ ഭാഷയിൽ വേഗത്തിൽ വ്യാഖ്യാനത്തിലേക്ക് വരുന്നു. COVID-19 നൽകുന്ന, കൊറോണ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? 5 വിധ മുന്നറിയിപ്പുകൾ. കോവിഡിനെ കുറിച്ച് 4 മുന്നറിയിപ്പ് പറയും. അത് കഴിഞ്ഞ് വേദപുസ്തകം സംബന്ധിച്ച പരമപ്രധാനമായ ഒരു മുന്നറിയിപ്പും കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. COVID-19 വരുമെന്ന വല്ല മുന്നറിയിപ്പുണ്ടായിരുന്നോ? ഇതാണ്. ഏത് കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഏത് കാലഘട്ടത്തിലും. ചില ആളുകൾ പറയും കോവിഡിനെ കുറിച്ച് ബൈബിളിനകത്ത് വല്ലതും ഉണ്ടോ? അതറിഞ്ഞിട്ട് വേണം അവന് മാനസാന്തരപ്പെടാൻ. ഇതറിഞ്ഞ് വേറൊന്നും അറിഞ്ഞിട്ട് വേണ്ട. എന്തിനെക്കുറിച്ചും ബൈബിളിലുണ്ട്. കാരണം ഇതൊരു സർവ്വവിജ്ഞാന കോശമാണ്. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയൊക്കെ ഇതിൻ്റെ വാലെ കെട്ടാൻ കൊള്ളത്തില്ല. ഇതാണ് നമ്മുടെ സർവ്വവിജ്ഞാന കോശം. ഇതിനകത്തെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവർ. കൊമാഷ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട യഹൂദന്മാരുടെ വീടുകളിൽ വായിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഒരു പദമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. അതല്ലാതെ ബൈബിളിനകത്തുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? കഠിന വ്യാധി. 10 വ്യാധികളിൽ ഒരെണ്ണമാണ് എന്തോന്ന്? കഠിനവ്യാധി. അതിൻ്റെ മറ്റൊരു പരിഭാഷയാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ മഹാവ്യാധി. ഇത് രണ്ടും പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എന്നാലും കൊറോണ എന്നില്ലല്ലോ, അയാൾക്ക് അത് കിട്ടണം, അത് തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞു, എന്നാൽ 91-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് അവിടെയുണ്ട്. കാരണം കഠിനവ്യാധി നിങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ
മഹാവ്യാധി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകത്തിലുള്ള 200-ൽ പരം രാജ്യങ്ങളെ കൊറോണ വിളിക്കുന്നൊരു പേരാണ് മഹാമാരി. അതവിടെ ഉണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഈ സാധനം 1 മീറ്ററൊക്കെ അകലത്ത് നിന്ന് ചാടി കയറി പിടിക്കുന്നൊക്കെയാണ് പറയണത്. മൊബൈൽ കൂടെ പിടിക്കുമെന്നും പറഞ്ഞ് അതിലൂടെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു. കാരണം ഇത് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് ഉള്ളൂ. ആ മൊബൈൽ കൂടെ പിടിക്കും, 1 മീറ്റർ അകലത്തിലോ എന്തൊക്കെ ബഹളങ്ങൾ പ്രശ്നങ്ങളായിരുന്നു ഇല്ലേ? ഇന്ന് വരെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ വൈറസ് അതിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ. കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും 1 കൊല്ലം കൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര വിശാരദന്മാർ കോടികൾ മുടക്കി വാക്സിൻ കണ്ടുപിടിച്ചപ്പോഴേക്കും 1 മിനിറ്റ് കൊണ്ട് അവൻ ജനിതക രൂപഭാവ മാറ്റം വരുത്തി ഷിഗല്ല ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന, കണ്ടുപിടിക്കാൻ പറ്റാത്ത പലതും ലോകത്തിൽ വരുമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. ഇനി ഇത് രണ്ടും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ ആ വിഭാഗത്തിൽ എന്താണ്, പച്ചയായിട്ടോ ഒന്നും രക്തത്തോടു കൂടിയോ നിങ്ങൾ മാംസം തിന്നരുത്. അവിടെ അപ്പം അതുകൊണ്ട് ന കൊറോ, എബ്രായ ഭാഷയിലല്ല, ഗ്രീക്കിലല്ല, കൊമാഷ് വിഭാഗത്തിൽ ന കൊറോ, തിന്നരുത്. ഇപ്പം തിന്നാലോ? തിന്നരുത്. എന്തോന്ന്? രക്തത്തോടു കൂടി തിന്നരുത്, പച്ചയായിട്ട് മാംസം തിന്നരുത്. അതിനെതിരായിട്ട് പറഞ്ഞാൽ ഈ വാക്ക് ദൈവം തിരിച്ചിടും. ന കൊറോ, തിന്നരുത്. അപ്പം തിന്നാൽ തിരിച്ചിടും. കൊറോ ന, അതാണ്. അങ്ങനെയൊക്കെ വരും. ദൈവം കൊണ്ടുവന്നാണോ എന്ന് ചോദിക്കും. അങ്ങനൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരു കാര്യം എനിക്കറിയാം, തൃശ്ശൂരാണ് ആദ്യത്തെ ഒരാൾ വന്നത്. തൃശ്ശൂരാണ് ആദ്യമായിട്ട് ഒരാൾ വന്നത്. അത് കഴിഞ്ഞ് റാന്നിയിൽ 2 ഇറ്റലിക്കാർ വന്നപ്പോഴാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത്. ഇപ്പോൾ കോടിക്കണക്കിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ്, കോടിക്കണക്കിന് രോഗികളാണ്, ഒരെണ്ണം കുറഞ്ഞിട്ടില്ല. ഈ സംഗതി ആളുകൾ മടുത്തു. കൊറോണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആരംഭിച്ചത്, സൂം മീറ്റിംഗ് ആരംഭിച്ചു. ഇപ്പോൾ കൊറോണയെക്കുറിച്ച് ആരും പ്രാർത്ഥിക്കുന്നില്ല. കൊറോണ വേണമെങ്കിൽ നാണം കെട്ട് പൊക്കോട്ടെ എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ പ്രിയപ്പെട്ടവരെ. ഇത് ചിലതൊക്കെ വേദപുസ്തകം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പുകളാണെന്നായി പറഞ്ഞത്. ഒന്നാമത്തെ മുന്നറിയിപ്പിലേക്ക് വരാം. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2, ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 3, ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രവചന ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 4, നൽകിയിരുന്നു. 5, ഈ കൊറോണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ മുന്നറിയിപ്പാണ്. ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. 3, ഇതിഹാസ പുരുഷന്മാരും അതുപോലെ ദാർശനികന്മാർ, അവരുടെ പ്രവചന ഗ്രന്ഥങ്ങൾ ഒക്കെ, ചിന്തകളൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രസംഗകരും പ്രവാചകന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനത്തെ COVID-19 നൽകുന്ന ബൈബിളിൻ്റെ പ്രാവചനികമായ മുന്നറിയിപ്പ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്പർ 1, ഒന്നാമത്തേത് മെഡിക്കൽ സയൻസ്. ഞാനൊരു ഡോക്ടറല്ല, നേഴ്സല്ല, ആ ഭാഗത്തോടെ പോയിട്ടേ ഇല്ല. നിങ്ങളിൽ പലരും അതായിരിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ടോ, ഈ ഏത് രോഗത്തിനും അവാന്തര വിഭാഗങ്ങളുണ്ട്, പല പല കാറ്റഗറി ഉണ്ട്. ക്യാൻസർ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ രോഗങ്ങൾക്കും അങ്ങനത്തെ സ്റ്റേജ് ഉണ്ട്. പനിയെ സംബന്ധിച്ച്, പനി പണ്ട് കാലത്തൊക്കെ പനി എന്ന് പറയുന്ന രോഗമേ അല്ല. പണ്ട് കാലത്ത് പനി ഒരു രോഗമേ അല്ല. അത് വേറെ ഏതോ രോഗത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ഒരു ലക്ഷണമായിട്ടാണ് പണ്ട് കാലത്ത് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ പനിക്ക് ശമനം വന്നാൽ മറ്റെല്ലാത്തിനും ശമനം വരുമെന്നാണ് അന്നത്തെ വിശ്വാസം. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പണ്ട് എന്നിട്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും പാരസെറ്റമോൾ ഗുളിക മാത്രമേ ഉള്ളൂ. ഒരു ചുമന്ന ജാറയ്ക്കകത്ത് കുട്ടി വെച്ചിരിക്കുന്ന മരുന്നും, രണ്ടും ഇന്നും ഏറ്റവും ടോപ്പ് മരുന്നാണ്. ചുമയ്ക്കും പനിക്കും അതേ ഉള്ളൂ. അപ്പോൾ അന്ന് കാലത്ത് പനി എന്ന് പറയുന്ന, പനി വന്നാൽ അങ്ങനെ ഒരു പ്രശ്നമല്ല ആളുകൾക്ക്. അത് വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ, വല്ല മലമ്പനിയോ അല്ലെങ്കിൽ പോളിയോയോ അല്ലെങ്കിൽ പിന്നെ എയ്ഡ്സോ, ജോക്കോബ്സ് ഡിസീസോ, ആന്ത്രാക്സോ, അതൊക്കെ അങ്ങനെ മാറി മാറി വകഭേദങ്ങൾ മാറി മാറി വരുമ്പം. പക്ഷെ പനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പനിക്ക് ഒത്തിരി രീതികളിലുള്ള പനികൾ രംഗത്ത് വന്നു. അങ്ങനെ നമ്മൾ മറ്റു രോഗങ്ങളെ കാണാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നല്ലാണ്ട് ഇത് പനിക്ക് എന്തോരം പേരാണ്. പനിയിടയ്ക്ക് ആളുകൾ പേരിട്ട് മടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം പനി വന്നു. നോക്കിക്കേ, വെജിറ്റബിൾസിൻ്റെ പേരിട്ടു, പിന്നെ ഫ്രൂട്ട്സിൻ്റെ പേരിട്ടു, മൃഗങ്ങളുടെ പേരിട്ടു. പനി അല്ല, അവസാനമെല്ലാം പനി എന്നാണ്.
തക്കാളിപ്പനി, ആപ്പിൾ പനി, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങപ്പനി, അവസാനം പനിയാണ്. ഇനിയപ്പനി ഏതാ വരാനുള്ള? മത്തങ്ങപ്പനി, കുമ്പളങ്ങപ്പനി, പശുപ്പനി, പോത്തുപനി, ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സകല പനികളും മൃഗങ്ങളും വെജിറ്റബിൾസും എല്ലാം വന്നു കഴിഞ്ഞു. അപ്പം ഈ സാധനം എങ്ങനെ വരുന്ന? പനിക്ക് തൊട്ട് മുമ്പ് തന്നെ ഒരു ചുമ വന്നു, ഒരു ജലദോഷം വന്നു. ജലദോഷത്തൊക്കെ ആരെങ്കിലും ദോഷമായിട്ട് കണ്ടിട്ടുണ്ടോ? ജലദോഷത്തെ ആരുമില്ല. ഒരു തുമ്മൽ വന്നു, ആരെങ്കിലും വലിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം തുമ്മിയാലോ നിന്നെ ക്വാറന്റൈനിൽ കൊണ്ടുവന്നാക്കും. തുമ്പിക്കഴിഞ്ഞാൽ ഒരൊറ്റ തുമ്മൽ തുമ്പിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വിടും. അപ്പം തുമ്മലും ഈ ജലദോഷമൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? നമ്മൾ നിസ്സാരം വിചാരിക്കുന്ന ഒരു മൂക്കൊലിപ്പ്, ഈ മൂക്കൊലിപ്പ് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ചാൽ ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറും. ഇത് അവർ തന്നെ മെഡിക്കൽ സയൻസ് പറഞ്ഞ കാര്യം. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഒരു 10,000 വട്ടം എത്ര കൊല്ലങ്ങൾ മെഡിക്കൽ സയൻസ് പറഞ്ഞു. നമ്മൾ മന്ത് വരുമ്പം മാത്രമാണ്, കൊതുകിൽ കൂടെ പനി വരുന്ന പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ചിരട്ടയിലെ വെള്ളം കമത്തിക്കണം. അതുവരെ നമ്മളൊന്നും ചെയ്യില്ല. ഞാൻ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് മെഡിക്കൽ സയൻസിനെയാണ്. PPE കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കാകെ ഭക്ഷ്യധാന്യ കിറ്റ് മാത്രമേ അറിയാമുള്ളൂ. അത് കിട്ടുന്ന കാരണം ഒരു കുഴപ്പമില്ലാതെ ആളുകൾ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സർക്കാരിനും ഒരു അഭിനന്ദനം. ഒപ്പം അതിനേക്കാൾ വലിയ അഭിനന്ദനം, ഈ സാധനമൊക്കെ ഇട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയാതെ മണിക്കൂറുകൾ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്ത ഡോക്ടർമാർ, നേഴ്സുമാർ, അവരെ 2 കരം ഉയർത്തി അഭിനന്ദിക്കാതിരിക്കാൻ മാർഗമില്ല. ബിഗ് സല്യൂട്ട് അവർക്കാണ് വാസ്തവത്തിൽ കൊടുക്കേണ്ടത്. ജീവൻ പണയം വെച്ച് ചെയ്യുന്ന ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ, അവരൊക്കെ എത്രയോ വട്ടം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കൊച്ചു കൊച്ചു രോഗങ്ങൾ വലിയ രോഗങ്ങളുടെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെ ശ്രദ്ധയില്ല, നമ്മൾ കേൾക്കത്തില്ല ഒന്നും. നമ്മളെല്ലാം എതിരായിട്ടേ കാണുള്ളൂ. ഞാൻ എപ്പോഴും പ്രസംഗിക്കില്ല, നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എതിരേ ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു തിന്നരുത്, പഴം തിന്നരുത്, അപ്പം തിന്നു. അപ്പം തിന്നാതിരിക്കണമെങ്കിൽ എന്ത് പറയാനായിരുന്നു? ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും ആ പഴം തിന്നാതെ 6021 കൊല്ലം പഴക്കമുള്ള ആർച്ച് ബിഷപ്പായിട്ട് തൃശ്ശൂർ വെസ്റ്റ് സെൻറ്ററിന് സെൻട്രൽ പാസ്സായിട്ട് ആദാം അപ്പച്ചൻ വന്നിരുന്നേനെ. തിന്നരുത് പറഞ്ഞു, അപ്പം തിന്നു. കേട്ടില്ലേ? പൂ പറിക്കരുത്, നമ്മൾ 2 പറിക്കും. എഴുതി വെച്ചാൽ 2 പറിക്കും. ഒരെണ്ണം അന്നേരം മണക്കും, ഒരെണ്ണം പോക്കറ്റിലിടും. ഇതിൻ്റെ മണം തീരുമ്പോൾ അത് ചവിട്ടിയരയ്ക്കും, അടുത്തടുത്ത് മണത്തോണ്ട് പോകും. അപ്പം അതിൻ്റെ മണവും പോയിരിക്കും. ചവിട്ടുപടിയിൽ നിൽക്കരുത്. ആ വണ്ടിയിൽ ഫുട്ബോളിൽ ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏത്തക്കൊല തൂങ്ങി കിടക്കുന്ന പോലെ പോകുന്നത്. എന്നിട്ട് കേസ് കൊടുക്കുന്ന കണ്ടക്ടറിൻ്റെ പേർക്കാ. ഇവൻ നിന്നാലല്ല കുഴപ്പം. എന്തെല്ലാം കാര്യങ്ങളാണ്. ഇവിടെ തുപ്പരുത് ഇത് കണ്ടിട്ടില്ലേ? കാർക്കിച്ച് തുപ്പി കോലം വരച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ഇതിലൂടെയൊക്കെ പറയുമ്പം ഒരു ലിമിറ്റൊക്കെ വേണം. എന്നാലും പറയാണ് ഇവിടെ മൂത്രം ഒഴിക്കരുത്. ഇത് വായിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കുന്നത് എന്തോരം മലയാളികൾ ഞാൻ കണ്ടേക്കണു. മലയാളം അറിയാൻ മേലാത്തോണ്ടാണോ? പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത്. എനിക്ക് തോന്നി ഈ ആദാമിൻ്റെ ഫസ്റ്റ് കസിനാണ് മലയാളിയും തോന്നുന്നു. അത്ര ബന്ധമാണ്. അകന്ന ബന്ധമല്ല മക്കളെ. കൊറോണയാണ്, ആരും പുറത്തിറങ്ങരുത്. നമ്മളിറങ്ങും. എന്താ കാര്യം? ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ റൗണ്ടിൽ കിടന്ന് നടക്കും. നമ്മൾ പുറത്തിറങ്ങും. നമുക്ക് ഈ അരുതായ്മയാണ് പാപം. അറിയില്ലേ? ഹമർത്തിയ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം തെറ്റുക, കുറിക്ക് തെറ്റുക, ഏറ് പിഴയ്ക്കുക. അതൊക്കെയാണ് എൻ്റെ അർത്ഥം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കാല് വഴുതി വീഴുക, അതൊക്കെയാണ് എൻ്റെ അർത്ഥം. ഇപ്പം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് എൻ്റെ പ്രശ്നം. അതാണ് പാപം. കൽപ്പനയുടെ ലംഘനമാണ് പാപം. ദൈവാധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയാണ് പാപം. ദൈവിക പരിമിതിയുടെ ലംഘനമാണ് പാപം. ദൈവമാണ് ഈ ലോകത്തിൽ പ്രകൃതി ആദ്യം സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തെ കാപ്പാൻ ഉണ്ടോ. അപ്പൊ ദൈവമാണ് ഈ പ്രകൃതിക്കൊക്കെ ഏറ്റവും നല്ല സംരക്ഷണം കൽപ്പിച്ചത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ മലവിസർജ്യ വസ്തുക്കൾ കുഴിച്ചുകൂടാൻ പാര കരുതണമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അത് പറയണമെന്നും വേണ്ട. ആ സാധനം കയ്യിലുണ്ട്, മിക്കവാറും പേറ്റ കയ്യിൽ. പ്രത്യേകം കരുതിക്കോളാൻ പറഞ്ഞു. അപ്പൊ ദൈവമാണ് ഈ ഇവിടെയുള്ള എല്ലാ മലിനീകരിക്കപ്പെട്ട മലിന വസ്തുക്കൾക്ക് പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം തന്നെയാണ് ആദ്യം കൽപ്പനകൾ തന്നത്. അപ്പോൾ മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചു. കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടി അടുത്ത വൃക്ഷത്തിൻ്റെ കമ്പിലിരിക്കുന്ന പരുന്തിൻ്റെ കണ്ണുകളുമായിരിക്കുന്ന അല്ലെങ്കിൽ കഴുകൻ്റെ കണ്ണുമായിരിക്കുന്ന പരുന്തൻ കുഞ്ഞിനെ പോലെ കൊച്ചു കൊച്ചു പനി പോലെയുള്ള കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് ഇടയിൽ ജലദോഷമായിട്ടും തുമ്മലായിട്ടും ചെറിയ ചുമയായിട്ടും വന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ നമ്മൾ
നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് മെഡിക്കൽ സയൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. സമയത്തെല്ലാം പറഞ്ഞ അവസാനം രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്താ ഈ ചരിത്രം? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളികൾ ഒത്തിരി വായിക്കുന്നവരാണല്ലോ. 100 കൊല്ലം കൂടുമ്പോൾ ഒരു ദുരന്തം ലോകത്തിലുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 കൊല്ലം കൂടുമ്പം ഒരു ദുരന്തം ഉണ്ടാവും. കുറച്ച് പിറകിലോട്ട് നിങ്ങൾ പോയി നോക്കിക്കോ. ഒന്നുകിൽ അത് വൈറസ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ഒരു ജലപ്രളയമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഭൂകമ്പമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ലോകമഹായുദ്ധമായിരിക്കും. എന്തെങ്കിലും ഒരു ദുരന്തം ലോകത്തിൽ പതിവാണ്. എന്താ കാര്യം? അത് ബൈബിളിൻ്റെ ഒരു ബേസിക്കാണ്. എല്ലാം നന്നായി പോയപ്പോഴാണ് ലൂസിഫറിനെ തോന്നി അതിനപ്പുറത്ത് കയറണമെന്ന്. അവനെ വെട്ടി താഴെ ഇട്ടു. ആദാമിനോട് പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കണം. അവനും പാപം ചെയ്ത് വർദ്ധിപ്പിച്ചപ്പോൾ വെള്ളത്താൽ മൂടിക്കളഞ്ഞു. നോഹയോട് പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കണം. എപ്പോഴെല്ലാം പാപം അതിൻ്റെ എന്താ പറയുക ഉത്തുംഗ ശൃംഗത്തിലെത്തുന്നു അപ്പോഴൊക്കെ ദൈവിക ഇടപെടലുകൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ വിധത്തിലായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് പിന്നോട്ട് നീങ്ങി 10ാം നൂറ്റാണ്ട് മുതൽ ഒരു 14 കൊല്ലം കൊണ്ട് പിടിച്ച് 14 മുതൽ അവിടെ മുതൽ പോരാ 14ാമത്തെ നൂറ്റാണ്ടിലാണ് ബ്ലാക്ക് ഡെത്ത്, കരിമരണം എന്ന് പറയുന്ന വ്യാധി ലോകത്തിൽ പിടിച്ചു. ഇതൊക്കെ നിസ്സാരമാണ്. 4 കോടി ആളുകളാണ് മരണപ്പെട്ടത്. ഇവിടെ 1 കോടി എത്തിയിട്ടില്ല. എത്തട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് വേണം പറയാൻ. നിങ്ങൾ ചിന്തിച്ചേ, ഈ വെനീസിലെ വ്യാപാരി ആ വെനീസിലേക്കൊക്കെ വരുന്ന ആളുകളോട് പറഞ്ഞു ഇവിടെ കപ്പലടിപ്പിക്കരുത്, ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്ക് കപ്പലടിപ്പിച്ചോളൂ. കപ്പൽ ജോലിക്കാരടക്കമുള്ള വിനോദസഞ്ചാരികളെ 40 ദിവസം അവരവിടെ നിരീക്ഷണത്തിലാക്കി. അവരുടെ ഭാഷയാണ് ക്വാറന്റ. അത് ആംഗലേയവൽക്കരിച്ചപ്പോഴാണ് നമുക്കൊരു വാക്ക് കിട്ടിയത്, ക്വാറന്റീൻ. 40 എന്ന് കേട്ടതും നമ്മൾ പെന്തക്കോസ്തുകാരിലെ പിന്നെ 40 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മൊത്തം ഇട്ടേക്കായിരുന്നു. 40 ദിവസം ഏലിയാവ് ഓടി, 40 ദിവസം യേശു ക്രിസ്തു ഉപവസിച്ചു, പിന്നെ 40 കൊല്ലം ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി. 40ൻ്റെ ആ കൂടുതൽ ഒരു ആന മണ്ടത്തിൽ എഴുതി വെച്ചു, നോഹ പെട്ടകത്തിൽ 40 രാവും 40 പകലും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വല്ല ഒന്നാമത് ഈ മെസ്സേജ് കിട്ടുന്ന ഫോർവേഡ് ചെയ്യരുത്. ആവശ്യമില്ലാത്ത ദുർവർത്തമാനം എന്ത് ചെയ്യരുത്, പരത്തരുത്. നമ്മൾ സത്വർത്തമാനം പരത്തുകയില്ല, ദുർവർത്തമാനം പരത്തും. 100 പേർക്ക് അയച്ചില്ലെങ്കിൽ സമാധാനമില്ലാത്ത കുറേ ആളുകളുണ്ട്. ഈ നോഹ 40 രാവും 40 പോലും പെട്ടകത്തിലിരുന്നു. എത്ര വാട്സാപ്പിൽ ഞാൻ കണ്ടു. ആരാ പറഞ്ഞത്? 500ാം സംവത്സരം പാപം വർദ്ധിച്ചു, പ്രസംഗം ആരംഭിച്ചു. 600ാം സംവത്സരത്തിൽ പുള്ളി പ്രസംഗം നിർത്തി, പെട്ടകത്തിൽ കയറാൻ തുടങ്ങി. കണ്ടോ? അവിടെ 40 ദിവസം 40 രാവും 40 പകലും മഴ പെയ്തതാണ്. 150 ദിവസമാണ് വെള്ളം പൊങ്ങിയത്. 61ാം സംവത്സരത്തിൽ കൃത്യമായി കണക്കൂട്ടിയാൽ 1 വർഷവും 17 ദിവസവും കഴിഞ്ഞാണ് പുള്ളി പുറത്തിറങ്ങുന്നത്. പക്ഷെ നമ്മൾ വാട്സാപ്പിൽ കൂടെ വിടുക, നോഹ 40 രാവും 40 പോലും പെട്ടകത്തിനകത്തിയിരുന്നു. പോട്ടെ, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ചരിത്രം പഠിച്ചാൽ ആ സമയത്ത് വന്ന ആ സംഭവങ്ങൾ, അതുപോലെ തന്നെ 15, 16, 17 നൂറ്റാണ്ടിലൊക്കെ ഓരോ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. 18ാം നൂറ്റാണ്ടിൽ പ്ലേഗ്, അൾജീരിയയിലെ ഒറാൻ സിറ്റിയെ തച്ച് തകർത്ത കൊടുങ്കാറ്റിന്റെ രൂപത്തിലാണ് പ്ലേഗ് രംഗപ്രവേശനം ചെയ്തത്. 19ാം നൂറ്റാണ്ടിൽ 2 മഹായുദ്ധങ്ങൾ നമ്മൾ കണ്ടു. 1914 ആരംഭിച്ച് 1918 11ാമത്തെ മാസം 11ാം തീയതി 11 മണിക്ക് യുദ്ധ പരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1ാം ലോക മഹായുദ്ധവും ആ നൂറ്റാണ്ടിന്റെ മധ്യത്തിലുണ്ടായ 2ാം ലോക മഹായുദ്ധവും കണ്ടില്ലേ നമ്മൾ പലതും. 20ാം നൂറ്റാണ്ടോ ജലപ്രളയത്തിന്റെ പെരുമഴ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടത് 912 വെള്ളപ്പൊക്കം കേട്ടിട്ടില്ലേ നിങ്ങൾ? 912 നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും ജനിച്ചിട്ടില്ല. അപ്പോൾ 912 വെള്ളപ്പൊക്കം നമ്മൾ എന്തോരം പറഞ്ഞാലും നമുക്കതൊന്നും മനസ്സിലാവില്ല, ഒന്നും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല നമുക്ക്. ഇപ്പം മനസ്സിലായി എങ്ങനെ വെള്ളപ്പൊക്കം. എന്താ കാര്യം? അത് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം കാണാൻ വേണ്ടി ആർക്കും ആഗ്രഹമില്ല. 2-3 കൊല്ലം അടുപ്പിച്ചിങ്ങോട്ട് വന്നു. എന്ത് വന്നാലും നമ്മുടെ ഈ മനോഭാവം. പക്ഷിപ്പനി വന്നു, നമ്മൾ പറഞ്ഞു അത് കോഴിക്കോടല്ലേ, ഇവിടെ എങ്ങും ഇല്ലല്ലോ. പക്ഷിപ്പനി അത് കോഴിക്കോടല്ലേ, ഇവിടെ എങ്ങും ഇല്ലല്ലോ. നമുക്കൊരു മനോഭാവമാണ്. സുനാമി വന്നപ്പോൾ നമ്മുടെ പിള്ളേരുടെ ബൈക്കിൻ്റെ സൈലൻസർ എഴുതി വെച്ചേക്കുക സുനാമി. അത്രയേ ഉള്ളൂ നമ്മുടെ ആളുകൾക്ക് ഈ മാറാരോഗങ്ങളോടും പ്രതിയുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ രോഗത്തിൻ്റെ പേരൊക്കെ വരും. എത്ര മക്കളാ? 2 പേര്. എന്താ പേര്? 1 കൊറോണ, 2 ഷിഗല്ല വരും. നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഈ പറഞ്ഞൊക്കെ ഇവിടെ സംഭവിക്കും. അല്ല, നമ്മുടെ ആളുകൾക്ക് ഇതങ്ങോട്ട് വരുമ്പോൾ ഒരു പേടിയും ബഹളവും. കിഴക്കോട് കഴിഞ്ഞപ്പോഴും 101 വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണമില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആളുകൾക്ക് ഈ മടുപ്പ് വരൂ. സ്തോത്രം. അപകടമാണ് ഈ പോക്ക്. യേശുക്രിസ്തു വരാറായി എന്ന സന്ദേശത്തിലേക്കാണ് ഞാൻ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് ആ ഒന്നാം ലോക അപ്പോൾ ജലപ്രളയത്തിൻ്റെ ബഹളമായിരുന്നില്ലേ? നമ്മൾ വിചാരിച്ചോ 44 നദികളുണ്ട് നമുക്ക്, കിഴക്കോട്ടുള്ള കബനി അടക്കം. ഇവിടെ വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എറണാകുളത്തല്ലേ, കാരണം എറണാകുളം എന്നാണല്ലോ എൻ്റെ പേര്. വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആദ്യം പേടിക്കുന്ന 2 ജില്ലകളാണ്, 2 സ്ഥലങ്ങൾ. ഒന്ന് എറണാകുളം, 2 തിരുവനന്തപുരം. ഒറ്റ മഴയ്ക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിൽ പോവും, എറണാകുളം മുങ്ങിപ്പോവും. കാരണം സമുദ്രനിരപ്പിൽ നിന്നും 2.5 അടി താഴ്ചയാണ് കൊച്ചിപ്പട്ടണം. വെള്ളപ്പൊക്കം വന്നാൽ പോവില്ലേ? അതുകൊണ്ട് ഞാൻ പറയും, വയനാടും ഇടുക്കിയും പത്തനംതിട്ടക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പേടിച്ചോ? എന്നിട്ട് പേടിച്ചോ? ഈ കഴിഞ്ഞ 2 വർഷം വെള്ളപ്പൊക്കം വന്നപ്പോൾ എറണാകുളത്തെ വെള്ളപ്പൊക്കം തൊട്ടിട്ടില്ല. അറിയാമോ? കളമശ്ശേരി വരെ വന്ന് ആരാണ്ട് പറഞ്ഞതുപോലെ അവിടെ നിന്നു, അപ്പുറത്തോട്ട് പോയിട്ടില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല കഴിഞ്ഞ 2 ജലപ്രളയത്തിലും. നിങ്ങൾ കണ്ടതല്ലേ? പകരം മുങ്ങുകയില്ലെന്ന് പറഞ്ഞ പലതും മുങ്ങി. പത്തനംതിട്ടക്കാരോട് പറയട്ടെ, ഇതിനകത്തൊക്കെ കേൾക്കണ്ടാവുമല്ലോ, ആരോടും വിരോധമുള്ളതുകൊണ്ടൊന്നുമല്ല. അവർ പറയും ഞങ്ങൾക്ക് മണ്ണിടിച്ചിലേ പേടിയുള്ളൂ. എന്ത് പേടി? റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിലാണ് വെള്ളം കയറിയത്. ഒന്നാമത് ആ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് ഭൂമിക്കടിയിലാണ് പല കടകളും ഷോപ്പുകളൊക്കെ. അപ്പോൾ പിന്നെ വെള്ളത്തിന് കാര്യം പറയാനുണ്ടോ? വയനാടൻ ചുരം 9 ഹെയർപിനും വളവ് കയറി വെള്ളം ചെല്ലുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നപ്പം വെള്ളം അങ്ങടല്ല കയറുന്നത്, ഇങ്ങടാ വന്നത്. ഈ ലോകത്തിൽ ഒരു സ്ഥലവും സുരക്ഷിതത്വ മണ്ഡലങ്ങൾ അല്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങൾ. അഹങ്കാരത്തിന്റെ കൊമ്പൊടിഞ്ഞു. ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളായിരുന്നു. എന്തൊന്ന് ലംബോർഗിനി? ഞാൻ വരാൻ വഴിയില്ല, നല്ല വഴിയില്ലാത്തതുകൊണ്ട് മേടിക്കണ്ടെന്ന് വെച്ചു. പെരുമഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് അങ്ങേര് കയറിപ്പോയ വണ്ടി നമ്മൾ കണ്ടു. ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. ചെമ്പോർഗിനിക്കകത്ത് ചെരുവത്തിനകത്തേ ഒരു പാട്ടുണ്ട്. എന്താണ്? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാര്യങ്ങൾ തിരിഞ്ഞു അറിയുന്ന ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ മേടിക്കാൻ കഴിവുള്ള ആ ചേച്ചി കയറിപ്പോയത് ഒരു ചെരുവത്തിനകത്താണ്. ബാക്കി കേൾക്കണോ? ഒരു ചെരുവ് മേടിക്കാൻ കാശില്ലാത്ത ചേച്ചി കയറിപ്പോയത് ഒരു ഹെലികോപ്റ്ററിൻ്റെ അകത്താണ്. അതെല്ലാം സംഭവം. ഭയങ്കര സീൽക്കാര ശബ്ദം. നേരമ്പെടുത്തപ്പം മുടിൻ്റെ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, പേടിക്കണ്ട, ടി വിയിൽ കൂടെ ഹെലികോപ്റ്ററിൽ വട്ടം വിട്ട് പറക്കും, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഭിനന്ദനം പറഞ്ഞേക്ക്. ചേച്ചി ഒട്ടും മടിച്ചില്ല. കിഴക്ക് വശത്ത് പടിഞ്ഞാറ് വശത്ത് ചാരിയിരുന്ന ഗോവണി എടുത്ത് കൊണ്ടുവന്ന് വെച്ച് മുണ്ടും മടക്കി ഊതി നേരെ മേലോട്ട് കയറി അങ്ങോട്ട് പോയ ഹെലികോപ്റ്ററിന് അഭിവാദ്യം അർപ്പിക്കാൻ പോയതാണ് പൊന്നെ. അത് തിരിച്ചു വന്നു. അവര് ഏതാണ്ട് പറഞ്ഞു, ചേച്ചി ഏതാണ്ട് പറഞ്ഞു. 2-3 മിനിറ്റ് ആർക്കൊന്നും മനസ്സിലായില്ല. കാരണം ചേച്ചി മലയാളം, അവർ ഹിന്ദി ഒന്നും മനസ്സിലാവില്ലല്ലോ. അതിനെ കുടുക്കിട്ട് പിടിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ളവർ ചെരുവത്തിൽ കയറി, ചെരുവം മേടിക്കാൻ കാശില്ലാത്തവരെവിടെ കയറി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ എൻ്റെ തനതായ ഭാഷയെ പറയാം. അതിനകത്ത് ഭാഷാ പദപ്രയോഗം ഞാൻ ശ്രദ്ധിക്കുന്നതിലും അധികം പൊങ്ങരുത്, അധികം പൊങ്ങച്ചം കാണിക്കരുത്. സെക്കൻഡുകൾ കൊണ്ട് നിന്ന നിലം കുഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നമുക്കതിനകത്ത് പേടിയൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ പുറകെ പറയാം. കാരണം നമ്മൾ ഇവിടെ കുടിച്ചെടുത്ത് നിൽക്കാനുള്ളവരല്ല, ഇവിടം വിട്ട് പറന്നു പോകാനുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ജലപ്രളയം വന്നു, എന്തൊക്കെ പ്രശ്നമായിരുന്നു. ലംബോർഗിനി ഞാൻ അന്നേരം എൻ്റെ പൊന്നും പറഞ്ഞു, ഞാൻ ഇത് ലംബോർഗിനി. ഞാൻ യൂട്യൂബൊക്കെ തപ്പിയെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോണ്ട് ബ്രൂണയിൽ സുൽത്താൻ്റെ വീട്ടിലാണ് 23 ലംബോർഗിനി പുള്ളിയുടെ വീട്ടിൽ കിടപ്പുണ്ട്. ബ്രൂണയിൽ സുൽത്താൻ്റെ വീട്ടിൽ. അയ്യോ, ഭയങ്കര സംഭവമായിപ്പോയി. പുള്ളിയുടെ കാര്യം പറയാതിരിക്കേ ഭേദം. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വീടിൻ്റെ മുറികൾ, ടൈലും, പിന്നെ ബാത്റൂമിലെ എന്താണ് ക്ലോസറ്റും വാഷ് ബേസിനും അടക്കം തനി തങ്കമാണ്, സ്വർണം കൊണ്ടാണ് പണിതിരിക്കുന്നത്. നിങ്ങളാരൊന്നും വിടണില്ലേ? ഞാനത് വായിച്ചിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ടില്ല. എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്ന കാര്യം, ഈ തനി തങ്കം കൊണ്ടൊക്കെ ക്ലോസറ്റ് ഉണ്ടാക്കി അതിൻ്റെയൊക്കെ പുറത്ത് കയറിയിരുന്ന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഓർത്തിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അല്ല എന്ന് ഞാനിക്ക് മൺകട്ടയും സ്വർണ്ണക്കട്ടയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? മണ്ണേപ്രതി കണ്ടോ, ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ലേ? ആർക്ക് എന്ത് നിലനിൽപ്പുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചില്ലേ?
ഇനി ഇതിൽ കൂടുതലൊക്കെ ദൈവത്തിലോത്ത് ഇടപെടാൻ എന്ത് മാധ്യമമാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ 21 നൂറ്റാണ്ട് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചപ്പോൾ ഒരു നൂറ്റാണ്ടിൽ ഒരു ദുരന്തം, അത് ലോകത്തിന്റെ സംഭാവനയാണ്. നമ്മളത് തിരിച്ചറിഞ്ഞില്ല. ഈ നൂറ്റാണ്ട് കരുതി വെച്ചത് ഇതായിരുന്നു എന്ന് വിചാരിക്കുക. യോശുവയുടെ കാലഘട്ടത്തിൽ നിഴൽ 10 പടി പിറകോട്ട് പോയതുപോലെ ലോകം ഒരു വർഷം പിറകോട്ട് പോയി. വിശ്വസിക്കാൻ പറ്റുമായിരുന്നു നമുക്ക്? നമ്മളൊക്കെ ഒരു കണക്കിൽ ഭാഗ്യമുള്ളവരാ. കാരണം പണ്ടൊക്കെ AD BC എന്ന് പറഞ്ഞാൽ തിരിക്കുന്നത്. ഇനി കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്ന് പറഞ്ഞ് തിരിക്കാൻ പോവുക. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കാൻ, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ നമുക്കൊരവസരമുണ്ടായി. അതാണ് സത്യം. ഒറ്റ വാക്കി പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയപ്പോഴും പ്രിയ കർത്താവദാസൻ പാടി എന്നേശു ജീവിക്കുന്നാകൽ ഞാനും, ഒറ്റ വാക്കി പറഞ്ഞാൽ വലത്തും ഇടത്തും ആയിരങ്ങളും പതിനായിരങ്ങളും വീണിട്ടും ഞാനും നിങ്ങളും ചത്തില്ല. ചാകാൻ ദൈവം നമ്മെ വിട്ടുകൊടുത്തില്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ മുന്നറിയിപ്പ് മെഡിക്കൽ സയൻസ് നൽകിയതാണ്. നമ്മൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. നമുക്ക് ആരോഗ്യരംഗത്തുള്ള അശ്രദ്ധയാണ് അതിന്റെ കാരണം. രണ്ടാമത്തേത് ചരിത്രം ഒരു മുന്നറിയിപ്പ് നൽകി. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പം ഒരു ദുരന്തം ഉണ്ടാവും കേട്ടോ, അതും നമ്മൾ ശ്രദ്ധിച്ചില്ല. മൂന്നാമത്തേത് ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ, അവരുടെ ചിന്തകളാണ്. എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു പഠിച്ചപ്പം ഒന്ന് രണ്ട് പേർ. ഒരു നീൽ ഗ്രാൻഡ് 1935 UK ജീവിച്ചിരുന്ന ഒരു എഴുതിയ ഒരു കൃതിയാണ് ദി ലാസ്റ്റ് വാർ എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ സംഭവം. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി. കാരണം ഇന്നേക്ക് 85-90 കൊല്ലം മുൻപാണ് നീൽ ഗ്രാൻഡ് ദി ലാസ്റ്റ് വാർ എന്ന നാടകം എഴുതുന്നത്. ആ നാടകത്തിൻ്റെ ഇതിവൃത്തം കേട്ടോളം ഇന്ന് എഴുതിയ പോലെ നമ്മുടെ ഷാജി സാറൻ കണ്ട് ഈ കോവിഡ് സമയത്ത് ഇരുന്ന് എഴുതിയ പുസ്തകം പോലെ ഇരിക്കുന്നു. കേട്ടോളം 90 കൊല്ലം മുമ്പ് എഴുതിയ നാടകത്തിൻ്റെ സംഭവം പറയാൻ പോവുക. ലോകത്തിൽ ഒരു വൈറസ് ബാധിച്ചു, എല്ലാവരും മരിച്ചു. അങ്ങനെ മൃഗങ്ങളെ ഒന്നും തൊട്ടിട്ടില്ല. സത്യം, തൊട്ടിട്ടില്ല. അങ്ങനെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പം മൃഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഒരു യോഗം നടത്തി. വൈറസാണ് അധ്യക്ഷൻ. ഞാനത് ചുരുക്കി പറയാം. വൈറസ് ഉപയോഗിച്ചു, നിങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങൾ പറഞ്ഞോളൂ. ആരോടാ? മൃഗങ്ങളോട്. ശ്രദ്ധിച്ചോളണം. നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും തത്തയും കോഴിയും താറാവും നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ, ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പം ആദ്യം എഴുന്നേറ്റത് കുതിരയാണ്. കുതിര പറഞ്ഞു, ഇവനിത് വരണം. ആർക്ക്? മനുഷ്യന്. അപ്പോൾ വൈറസ് ചോദിച്ചു, എന്താ കാര്യം? ആവശ്യത്തിന് അവന് വസ്തു ഉണ്ടല്ലോ. ഇവൻ പിന്നെ ഈ ആവശ്യമില്ലാത്തവരെല്ലാം കൂടെ എന്നെയാണ് ഈ ചൊരുക്കി പടക്കളത്തിലേക്ക് നയിച്ച് അതിർത്തികളുടെ വിസ്തൃതി കൂട്ടാൻ ഇവന് എന്തിനാ യുദ്ധം ചെയ്യണേ? ചോര കൊതിയൻ, ഇവനിത് വരണം. കണ്ടോ? ശരിയല്ലേ? നമ്മുടെ 5 സെന്റിൽ പതുങ്ങിയിരുന്ന മാന്തുന്ന ആളുകൾ മുതൽ ഇന്ത്യയുടെ അതിർത്തി മാന്താൻ വരുന്ന ചൈനക്കാർ വരെ ഇതിനകത്തില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ ചൈനക്കാരൊക്കെ വന്ന് കയറുന്ന ഈ കുന്നുകളൊക്കെ പിടിച്ചെടുത്ത് അവിടെ തന്നെ പെട്രോൾ പമ്പ് ഉണ്ടാക്കാൻ പോവുകയാണോ? അവര് പെട്ടിക്കട വയ്ക്കാൻ പോവുകയാണോ? മനുഷ്യൻ പോലും കയറുന്ന സ്ഥലത്ത്. ഇന്ത്യക്കും ചൈനയ്ക്കും ആവശ്യത്തിന് ഭൂപ്രകൃതിയില്ലേ? ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അപ്പൊ അതിർത്തികൾ പിടിച്ചെടുക്കാൻ നടക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് കുതിര പറഞ്ഞു, ഇവന്റെ ഈ ആക്രാന്തത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് വൈറസ് ബാധ. ചാകട്ടെ. കുതിരയുടെ കമന്റ്. സിംഹം പറഞ്ഞു, ഇവൻ ചാകണം. എന്താണാവോ കാര്യം? ഞങ്ങളെ വലിയ ഘോര മൃഗങ്ങളായിട്ടാണ് ഇവന്മാരൊക്കെ പറയുന്നത്, പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങളാണ്. എന്താ കാര്യം? ഞങ്ങൾ വിശപ്പിന് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. സത്യം, വിശപ്പിന് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ഞങ്ങളിങ്ങനെ വിശന്ന് കിടക്കുമ്പോൾ ഒരു മാൻകുട്ടി പോകുന്നു, പറക്കും, തലികണക്കെ ചാടിപ്പിടിക്കുന്നു, കൊമ്പ് കുത്തി ഇറക്കുന്നു, കടിച്ചു വലിച്ചു കീറുന്നു, ബാക്കി അവിടെ ഇട്ടേച്ചു പോകുന്നു. ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറില്ല. അപ്പൊ അവർക്ക് കോമ്പല്ല കൊടുത്തിരിക്കുന്നതിനാ? കുത്തി ഇറക്കാനാണ്. നമുക്ക് തരാത്ത എന്തിനാ? കുത്തി ഇറക്കാതിരിക്കാനാണ്. അതുകൊണ്ട് ഓർത്തോളാം. കണ്ടമാനം വാരി വലിച്ച് തിന്നരുത്. കാരണം കോമ്പല്ലില്ല. ഒരു സ്വത്രമൊക്കെ പറഞ്ഞാൽ നല്ലതാ. മനുഷ്യൻ അങ്ങനെയാണോ തിന്നുന്നത്? അല്ല. അവൻ ആവശ്യത്തിനും തിന്നും, വിശപ്പുണ്ടായാലും തിന്നും, വിശപ്പില്ലായാലും തിന്നും. സത്യം, സത്യം. ഉച്ചയ്ക്ക് നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് അവസാനം ഒരു ഏമ്പക്കം വിട്ടു. അപ്പം നമ്മൾ വിചാരിച്ചു വയറ് നിറഞ്ഞായിരിക്കും. നിറഞ്ഞു. അപ്പുറത്തോട്ട് മാറിയിരിക്കുമ്പം 2 ആപ്പിള്, ഒരു ഓറഞ്ച്, പിന്നെ ഒരു 5 കശുവണ്ടി പരിപ്പ്, പിന്നെ ബദാം പരിപ്പ് 4 എണ്ണം, 1 ഗ്ലാസ് പാല്, അതിനകത്ത് ഹോർലിക്സ്, 4 ഞാലിപ്പൂവൻ പഴം, 3/4 കിലോ സാധനം പിന്നെയും തിന്നും. എന്ത് വിശപ്പാ നമുക്ക്? നമുക്ക് ഈ ഭക്ഷണത്തോടുള്ള ഒരു ആവശ്യം. ഒരു കല്യാണം വെച്ച ഒരെണ്ണം മുടങ്ങിയാൽ എല്ലാം എത്തും. യോഗം വെച്ചിട്ട് ഒരെണ്ണം വരികയില്ല. എന്താ കാര്യം? ഇവിടെ ചാപ്പാടില്ലല്ലോ, അവിടെ ചാപ്പാടുണ്ടല്ലോ. അതാ എൻ്റെ കാര്യം.
ഇപ്പം സിംഹം പറയണം ഇവനിത് വരണം, ഇവൻ്റെ ഈ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് ഇവനിത് വരണം, അതങ്ങനെ വിട്ടു. പക്ഷികൾ പറഞ്ഞു ഇവർക്കിത് വരണം. എന്താ കാര്യം? ഞങ്ങളെ അനന്തവിഹായുസിൽ പറന്ന് നടക്കാനാണ് ചിറക് തന്നത്, ഇവൻ ഞങ്ങളെ കെണിവെച്ച് പിടിച്ചു, കൂട്ടിനകത്തിട്ട് തത്തമ്മേ പൂച്ച പൂച്ച പറയിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയൂ, ഞങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ തത്തയുണ്ട്. ഹല്ലേലൂയ പറയാനാണോ തത്തേനെ ഇവിടെ ദൈവം തമ്പുരാൻ ഇവിടെ വെച്ചിരിക്കുന്നത്? അവനെ കെണി വെച്ച് പിടിച്ച് കൂട്ടിനകത്തിട്ട് ചില ഹല്ലേലൂയ പറയും തത്തയുണ്ടെന്ന്. ഞാൻ പറയും സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാത്ത നിനക്കിത് വരണം. ആര് പറഞ്ഞു? കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷികൾ പറഞ്ഞു. കുരങ്ങ് പറഞ്ഞത് കേൾക്കണോ? കൊരങ്ങൻ അവൻ പറഞ്ഞു ഇവനിത് വരണം. എന്നാ കാര്യം? ഞങ്ങളുടെ തറവാട്ടിൽ കയറിയാണ് അവൻ്റെ കളി. കുറേ നാളായിട്ട് ഇവൻ പറയുകയാണ് ഈ ഡാർവിൻ്റെ സിദ്ധാന്തം കൊണ്ട് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിലാണ് ഇവൻ ജനിച്ചതെന്നാണ് പറയണത്. നീ ആണ്ടാർത്തൽ മനുഷ്യനപ്പുറത്തോട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് മനുഷ്യർക്ക്? ഞങ്ങൾ അത്ര കൊച്ചാക്കരുത്, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ചതുകൊണ്ട് നിനക്കിത് വരണം. ആര് പറഞ്ഞു? കുരങ്ങൻ. പട്ടിയാണ് നമ്മളോടൊരു അല്പം സഹാനുഭൂതി കാണിച്ചത്. പട്ടി പറഞ്ഞു യജമാനനെ മിസ് ചെയ്യുന്നു. യജമാനെ മിസ്, അത് ഇവിടുത്തുകാർക്ക് അറിയില്ല, കാരണം നമ്മളങ്ങനെ പട്ടിക്ക് വേണ്ടി ജീവൻ കളയാറില്ലോ. അമേരിക്കയിലും UK ചെല്ലും, അപ്പം സംഭവം അറിയാം. കൃപയാൽ അവിടേക്ക് ഒന്ന് പോകാൻ അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഈ ആളുകൾ രാവിലെ പട്ടിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂട് ഒരെണ്ണം കയ്യിൽ. UK ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്തിനാ? അത് പട്ടി വഴിയിലെങ്ങാൻ ഇരുന്ന് അപ്പിയിട്ടാൽ അത് കോരിയെടുത്ത് ഇതിനകത്തിട്ട് അത് നോക്കി പിടിച്ചോണ്ടാ നടപ്പ്. ദൈവമേ, ഒരു മനുഷ്യൻ്റെ സ്ഥിതി നോക്കി. അത് പ്ലാസ്റ്റിക് ഇടുന്ന സ്ഥലത്ത് വേണം അത് ഇടാൻ. ഇതിടുന്ന വേസ്റ്റ് ബോക്സിൻ്റെ അടുത്ത് വരെ ഇത് ചുമന്നുകൊണ്ട് കിടക്കണം. പട്ടിക്ക് വീടിൻ്റെ ഓഹരി എഴുതി വെച്ചിട്ട് ചാകുന്ന മാതാപിതാക്കളുണ്ട്. UK ചില പിള്ളേരൊക്കെ പ്രാർത്ഥിക്കും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ UK പട്ടി അടിയിരിക്കാൻ സഹായിക്കണമെന്ന്. പട്ടി പറഞ്ഞു യജമാനെ മിസ് ചെയ്യുന്നു. ശരിയാണ്. പാമ്പ് പറഞ്ഞു ഇവനിത് വരണം, കാരണം ഇവന് പാർദീസ് കൊടുത്താൽ ഇവൻ അതിനെ മാലിന്യം കൊണ്ട് കുത്തി നിറയ്ക്കും. നല്ലൊരു ഹൃദയം കൊടുത്താൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് അവൻ നിറയ്ക്കും. ഏതും തോട്ടം മുതലേ അവൻ അറിയാം നമ്മളെ. ഇതെല്ലാം കേട്ടിരുന്ന വൈറസിന്റെ മറുപടിയാണ് പ്രൗഢഗംഭീരം. വൈറസ് പറഞ്ഞു ഞാൻ പറയാം കൺക്ലൂഷൻ, ഇവനിത് വരണം മനുഷ്യർക്ക്. എന്താ കാര്യം? ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടില്ല. ആരെ? വൈറസിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാം കീഴടക്കാൻ. അവൻ എന്ത് ചെയ്തു? അവൻ്റെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് എന്നെ കണ്ടുപിടിച്ചു. അവൻ AC ജീവിച്ചിട്ടില്ല, എന്നിട്ട് എന്നെ വളർത്താൻ AC റൂമാണ് തന്നേക്കണേ. അവന് ഒരു കൊല്ലം ജീവിക്കാനുള്ള ചെലവാണ് എനിക്ക് ഒരു ദിവസം ജീവിക്കാൻ. ഇവനാ എക്സ്പെൻസ് മുഴുവൻ പേ ചെയ്യുന്നത്. ഞാനിങ്ങനെ വളർന്നു വന്നാൽ ഇവൻ അപകടകമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ വളർത്തിയെങ്കിൽ ഇവൻ അതിൻ്റെ ദോഷം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കൺക്ലൂഷൻ, ഒരു മനുഷ്യൻ ഈ ഘോര മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ ഈ മൃഗങ്ങൾ അയാളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഇയാളെ പൊക്കിക്കൊണ്ടു പോകും. ഇയാൾ പറഞ്ഞു ഒറ്റയ്ക്കായിട്ട് ജീവിക്കേണ്ട, ചത്തോളാം. അയാൾ പറഞ്ഞു അല്ല, നിനക്ക് അനുദപിക്കാനും മാനസാന്തരപ്പെടാനും അവസരം ദൈവം തന്നിരിക്കുക. മാനസാന്തരപ്പെടാമെങ്കിൽ, ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാമെങ്കിൽ ഈ വൈറസിൻ്റെ ബാധയില്ലാത്ത ലോകത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാം. അയാൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അയാളെ വൈറസ് ഇല്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോയി. കഥ അവിടെ തീരുകയാണ്. 1935 UK നീൽ ഗ്രാൻഡ് എഴുതിയ ലാസ്റ്റ് വാർ എന്ന ഈ നാടകം ഇന്നലെ എഴുതിയതുപോലെ ഇരിക്കുന്നില്ലേ വാസ്തവത്തിൽ? നോസ്ട്രദാമസ് മറ്റൊരു കഥാപാത്രമാണ്. നോസ്ട്രദാമസിനെ കുറിച്ച് വിമർശനങ്ങളുണ്ട്, കാരണം അദ്ദേഹം പറഞ്ഞ ധാരാളം പ്രവചനങ്ങളൊക്കെ നിറവേറിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ 1000 വർഷം ലോകത്ത് നടക്കേണ്ട 3700 പരം പ്രവചനങ്ങൾ ലെസ് പ്രോഫസീസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ റഷ്യൻ വിപ്ലവമുണ്ട്, ഫ്രഞ്ച് വിപ്ലവമുണ്ട്, ഒന്നാം ലോക മഹായുദ്ധമുണ്ട്, രാജീവ് ഗാന്ധിയുടെ മരണമുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ട്, ഭോപ്പിൻ്റെ വധശ്രമമുണ്ട്, ലണ്ടനിലെ അഗ്നിബാധയുണ്ട്. എന്നെ 2 ലോകം ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം 2 പാറക്കെട്ടിൽ ഉയർന്നു നിൽക്കുന്നു, പക്ഷി വന്ന് ഇടിച്ചു തകർക്കുന്നു. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ അതിനെക്കുറിച്ചുണ്ട്. അമേരിക്കയിൽ ആദ്യം അവസാനമായൊരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആകുമെന്ന് ഒബാമയെക്കുറിച്ചുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന പോലെ ഒരാൾ വരുമെന്ന് ട്രംപിനെ കുറിച്ച് പറയുന്നു. 3 സമുദ്രത്തിൻ്റെ ആശയമുണ്ട്, അത് തകർന്നു. 2020 ജൂലൈ മാസം 18-ാം തീയതി ഇടുക്കി ഡാം തകരുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അതും തകർന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, 2014 മുതൽ ഇന്ത്യയിൽ 2025 വരെ ഒരു ഭരണാധികാരി ഭരിക്കുമെന്ന് ആ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും എതിർക്കുമെന്ന്, ഒടുവിൽ ആരാധ്യ പുരുഷനായി മാറുമെന്നുമുണ്ട്. 2019 മുതൽ ഒരു വൈറസ് ലോകത്തെ ബാധിക്കുമെന്നും മനുഷ്യനതിനെ
പ്രതിരോധിച്ചാണ് ജയിക്കുന്നതെന്നും മരുന്ന് കണ്ടുപിടിക്കത്തില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രവചനമുണ്ട്. ഒക്കെ പോകട്ടെ, ഇതെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പാളിപ്പോയ പ്രവചനങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയുന്നു. നീൽ ഗ്രാൻഡിന് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇനി നോസ്ട്രദാമസിന്റെ പ്രവചനങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ലോകമേ, നിങ്ങൾ കണ്ട ഇതിഹാസ പുരുഷന്മാരുടെ പ്രവചനങ്ങൾ പാളിപ്പോകുമ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വേദപുസ്തകത്തിന്റെ പ്രവചനത്തിൽ ഒരെണ്ണം പോലും ഇന്ന് വരെ പാളിപ്പോയിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നതിനപ്പുറത്ത് ലോകത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ 4-ാമത്തെ ആശയത്തിലേക്ക് വരാം. നമ്മുടെ ഇടയിൽ നിന്ന് പ്രസംഗരും പ്രവാചകന്മാരും എഴുന്നേറ്റു പറഞ്ഞു, 2020 വല്ലാത്ത വർഷമാ, ആരും കേട്ടില്ല. ഒന്നാമത് നമ്മുടെ ഇടയിൽ ഈ കള്ളപ്രവാചകന്മാരുടെ ഒരു വലിയ കടന്നുകയറ്റമുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഡിസംബർ മാസം 31 എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതാണ് കയറി നിന്നിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? സത്യത്തിൽ ബൈബിൾ പറയുന്ന പ്രവചനം ജനത്തിന്റെ ചങ്കിന് നേരെ തുളച്ചു വിടുന്ന അഗ്നി അസ്ത്രങ്ങളാണ്. ഒരാളെയും അനുഗ്രഹിച്ചിട്ടില്ല. വരാൻ പോകുന്ന മുന്നറിയിപ്പുകളാണ് പ്രവാചകന്മാർ പറയുന്നത്. വ്യാപാരി ഏകോപന സമിതി എന്ന് പറയുന്ന പോലെ ക്രിസ്തീയതയെ വ്യാപാരം ചെയ്യുന്ന ഒരു ഏകോപന സമിതി കാണും. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ സത്യസന്ധമായി നമ്മുടെ ഇടയിൽ നിന്നും ദൈവദാസന്മാർ വചനം വെച്ച് പ്രസംഗിച്ചിരുന്നു, ദൂത് പറഞ്ഞിരുന്നു, ആരും കേട്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. യേശു വരാറായി പറഞ്ഞു, ആരും കേട്ടില്ല. ഞങ്ങളൊക്കെ പ്രസംഗിച്ച് യേശു വരാറ് ആര് കേൾക്കാൻ? 2020 ഫ്ലൈറ്റ് ഓടത്തില്ല എന്ന് പറഞ്ഞ പ്രസംഗം ഇവിടെ ഇല്ലേ? ആര് കേട്ടു? നോഗ പറഞ്ഞു മഴ വരാൻ പോകുന്നു. ആള് പറഞ്ഞു നിന്റെ തലയ്ക്ക് 1-2 സ്ക്രൂ ഇളകിയിട്ടുണ്ട്. കാരണം അന്ന് വരെ മഴ കണ്ടിട്ടില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് നനച്ചോണ്ടിരുന്നത്. കാണാത്ത ഒരു കാര്യം ഇയാള് ശക്തമായി പറഞ്ഞപ്പോൾ ഇയാളുടെ തലയ്ക്ക് സുഖമില്ലെന്നാ ലോകം പറഞ്ഞത്. നോഗ ധൈര്യമായി പ്രസംഗിച്ചു. എന്നാ കാരണം? കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് അവൻ പ്രസംഗിച്ചത്. ഇന്ന് രാത്രിയിൽ ഞങ്ങളും പ്രസംഗിക്കുന്നു, യേശു വരും എന്നുള്ളതിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് പറഞ്ഞു, യേശു വരും, വന്നേ പറ്റൂ. ലോകത്തിൽ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നോഗ പ്രസംഗിച്ചു, മഴ വരും. കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും പെരുങ്കാറ്റും കൊടുങ്കാറ്റും വേണ്ടി വന്നാൽ ഈശാന മൂലനും അടിപ്പിച്ച് കാർമേഘം പിളർത്തി ഈ താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് പെട്ടകത്തെ ഉയരത്തിലെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിച്ചതുപോലെ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ ആകത്തുകയായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമുള്ള ദൈവസഭ ഇവിടുന്ന് ഉയർന്നു പൊങ്ങും. ഓയേ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ പ്രസംഗരെ നമ്മൾ തള്ളിക്കളഞ്ഞു. അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പം ആര് വരണം ദൂത് പറയാൻ? ആര് വരണം ദൂത് പറയാൻ? അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് 3 പുരുഷന്മാർ വന്നപ്പോൾ അതിൽ ഒരാൾ യഹോവയാണെന്ന് അബ്രഹാമിന് മനസ്സിലാക്കാൻ തലയിൽ ആരും കൈവച്ചില്ല. എന്താ കാര്യം? മമ്രയുടെ തോപ്പിൽ കീബോർഡില്ലാതെ, ടാമർ ഇല്ലാതെ, പാടാൻ ആളില്ലാതെ, ആമേൻ പറയാൻ ആളില്ലാതെ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ആ പ്രസൻസ് അകത്തളങ്ങൾ അനുഭവിച്ചിട്ടുള്ളവൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടാരവാതിക്ക് വന്നപ്പോഴേ പറഞ്ഞു, ഇതിൽ യജമാനനുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, യജമാനനെ, ഏകവചനം, യജമാനന്മാരെ എന്നാ വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചിട്ടില്ല. 3-ാമത്തെ വാക്യം നോക്ക, ഉൽപ്പത്തി 18, യജമാനനെ. ദൈവത്തിന് മനസ്സിലായി ഇവൻ എന്നെ കണ്ടുപിടിച്ചെന്ന്. അതാ ദൈവം 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഭാര്യ ഇവിടെ അകത്തുണ്ട്. അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ എന്നല്ല, എന്നെന്തുവാ? ഞാൻ വരുമ്പോൾ. ആരായി ഞാൻ? ഞാനാകുന്നവൻ, ഞാനായത്. എല്ലാം കഴിഞ്ഞ് യാത്രയാക്കുമ്പോൾ വായിക്കുന്നു, 2 പുരുഷന്മാർ സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ മുൻപാകെ നിന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിലെ സുവിശേഷ പ്രസംഗത്തിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു, ഇന്നലെ ഷാജി പാസ്റ്റാന്നോ പ്രസംഗിച്ചേ? ആണോ? എന്നാ പിന്നെ നാളെ വരാം. ദൂരെ നാള് വരികയല്ലേ? ദൂരെ നാള് വരുമ്പോഴാണോ ദൂതുള്ളത്? ഷാജി പാസ് പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് പ്രവചന ശബ്ദമുണ്ട്. ഡോക്ടർ ബ്ലസൻ മേമനെ പാടുമ്പോൾ അതിനകത്തും ദൂതുണ്ട്.
ഇനി അദ്ദേഹം വന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പാടിയാലും നമ്മുടെ കൊയറാണെങ്കിലും അതിനകത്ത് ദൂതുണ്ട്. നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന കീബോർഡ് റിതം പാടാണെങ്കിലും ആ താളത്തിനകത്തും ദൈവത്തിന്റെ ദൂതുണ്ട്. ദൈവത്തിന്റെ ദൂത് ഇല്ലാത്തതല്ല പ്രശ്നം, അത് തിരിച്ചറിയാത്തതാണ് ലോകത്തിന്റെ പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ 4 മുന്നറിയിപ്പുകൾ ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രസംഗരും പറഞ്ഞതൊക്കെ ലോകം തള്ളിക്കളഞ്ഞു. ഞാൻ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരികയാണ്. 1, മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് ലോകം തള്ളി. അനന്തരഫലം മാരക വൈറസ് ബാധകൾ ലോകത്തിൽ വന്നു. നൂറ്റാണ്ടുകളുടെ മുന്നറിയിപ്പുകൾ നമ്മൾ തള്ളിക്കളഞ്ഞു, ശ്രദ്ധിച്ചില്ല. ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതിഹാസ പുരുഷന്മാരുടെ പ്രവചനങ്ങൾക്ക് തെറ്റുപറ്റി, പക്ഷേ ബൈബിൾ പ്രവചനങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ചെറിയ പ്രവാചക ശബ്ദങ്ങൾ, ദൂതുകൾ നമ്മൾ തള്ളിക്കളഞ്ഞു. 5, ഈ കൊറോണ കൊണ്ട് എന്ത് പഠിച്ചു ലോകം? എന്താണ് പഠിച്ചത്? നമ്മളെന്താണ് പഠിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് പള്ളിയിൽ വരണമെന്ന് പോലുമില്ല, കൃപയാൽ ഒരു ക്ഷീണവുമില്ല. ഞങ്ങൾ സൂം മീറ്റിംഗ് പ്രസംഗിക്കും, ഞാനിങ്ങനെ സ്വീപ്പ് ചെയ്ത് നോക്കും, ആളുകൾ വല്ലതും ക്ഷീണിച്ചിട്ടുണ്ട്. ഒരെണ്ണം എല്ലാത്തിനും 4 കിലോ മുതൽ 6 കിലോ വരെ കൂടിയിട്ടുണ്ട്, ഒക്കെ വണ്ണം വെച്ചിരിക്കുക, ഒരെണ്ണം കുറഞ്ഞിട്ടില്ല. അപ്പം മനസ്സിലായല്ലോ ആർക്കും വലിയ ക്ഷീണമില്ലെന്ന്. കൊണ്ടുവച്ചത് എടുത്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. കൊണ്ടുവയ്ക്കാനില്ല, അത് സത്യമാണെങ്കിലും വെച്ചത് ഇതുവരെ എടുത്ത് തീർന്നിട്ടില്ല, അതാണ് സത്യം. എല്ലാവരും വീട് പണിയായിപ്പം പൂച്ചട്ടിയുടെ ബഹളമാണ്, റോഡ് മുഴുവൻ പൂച്ചട്ടിയാണ്. കാരണം വീടിൽ അലങ്കരിക്കുക തിരക്കാണ്. അപ്പം കഞ്ഞി കുടിക്കാൻ കാശില്ലെന്നുള്ളത് തെറ്റല്ലേ? ഇപ്പം തുണിക്കടയിൽ പോലും തിരക്കില്ല, പൂച്ചട്ടിക്കടയിലെ തിരക്ക്. ഒരു തൈക്കൊക്കെ എന്താ വില? ആർക്കവിടെ ക്ഷീണം സംഭവിച്ച്? പള്ളി തുറന്നതിന് ആരാ വരാൻ പോകുന്നത്? സൂം മീറ്റിംഗ് പോലൊരു സൂം മീറ്റിംഗ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട യോഗമുണ്ടോ ലോകത്തിൽ? എന്താ ഒരു സൗകര്യം? ഇത് നിർത്തരുതേ എന്ന് സേവാനോസ് പ്രാർത്ഥിച്ചതുപോലെയാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. സൂം മീറ്റിംഗ് നിർത്തരുതേ. എന്താ കാര്യം? ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ല യാത്ര, ഫ്ലൈറ്റല്ല, കപ്പലുമല്ല. എന്താ കാര്യം? ഇരിക്കാം, നിൽക്കാം, കിടക്കാം, മുട്ടൂത്തി നിൽക്കാം, നടക്കാം, ടോയ്ലറ്റിൽ പോകാം, ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാം, അവിടെ നിന്നൊക്കെ വെള്ളം മേടിച്ച് കുടിക്കാം, പിന്നെ വരുന്ന പഴംപൊരിയും 10 ജില്ല മേടിച്ച് തിന്നാം. ഇത്രയും സൗകര്യമുള്ളൊരു യോഗം വേറെ ഇല്ല സൂം മീറ്റിംഗ്. എന്നാ കാര്യം? ഇഷ്ടമുള്ള പ്രസംഗനെ വരുമ്പം വീഡിയോ ഓൺ ചെയ്യാം, അല്ലാത്തവനെ വരുമ്പം ഓഫ് ചെയ്യാം. കാവറുത്തതും പിന്നെ മീൻകറിയും പിന്നെ കപ്പയൊക്കെ തിന്നുകൊണ്ട് ആ യോഗം ആളുകൾ കൂടുന്നത്. നൈറ്റി ഇട്ടുകൊണ്ടൊക്കെ സഭായത്തിരിക്കുന്നത്. നൈറ്റിയാണെന്ന് അറിയാതിരിക്കാൻ ഒരു വലിയ സ്കാർഫും കൂടെ വട്ടം പുതച്ചേക്കുക, അപ്പം അതറിയത്തില്ലല്ലോ. മിക്കവാറും പേര് ബെർമൂഡ ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് ഇരിക്കുന്നത്. ഇനി പിള്ളേർക്ക് ആരാധനയ്ക്ക് വരണമെന്നില്ല, കാരണം എന്തിനാ ഭാഷ ആരെന്ന് ഓർക്കുന്നത്? ഇത് ആകെപ്പാടെ 1 മണിക്കൂർ 1 GB തീരും ഭാഷ. 1 GB, മറ്റത് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ അൺസഹിക്കബിളാണ് ഭാഷ. അത് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും വരണമെന്നില്ല, കാരണം ഈ വീട്ടിലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ പോരെ. അച്ചായന്മാർക്ക് വരണമെന്നില്ല, കാരണം എന്താ? വണ്ടി ഓടിക്കണം, ട്രാഫിക് ബ്ലോക്ക്, സ്വോത്രക്കാഴ്ച, പിന്നെ കർത്തവ്യം വരുമ്പോൾ കുനിഞ്ഞിരിക്കണം, ഇതൊന്നും വേണ്ടല്ലോ. എല്ലാവർക്കും അതാണ് സൗകര്യം. സ്വത്രം. ഞാൻ കനമായിട്ട് ദൂത് പറയാം. ഇതൊക്കെ വന്നതിൻ്റെ ഗുണം എന്നറിയാമോ? ഇതിൽ നിന്നും ഒരു പ്രത്യേക അജഗണത്തെ ദൈവത്തിന് പുറത്തെടുക്കാനുണ്ട്. എന്ത് മുന്നറിയിപ്പാത്? യേശു വരാറായി എന്നതിൻ്റെ മുന്നറിയിപ്പാണ് COVID-19. എന്താണ് അതിൻ്റെ തെളിവിലേക്ക് നമുക്ക് വരാം. ഈ യേശു എന്ന സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എതിർക്രിസ്തു വരണം. എതിർക്രിസ്തു ലോകത്തിൽ വരണം. എതിർക്രിസ്തു ലോകത്തിൽ വരുന്ന 10 രാജ്യങ്ങളുടെ നേതാവായിട്ടാണ്. അങ്ങനെ ബൈബിൾ പറയുന്നത്. 10, അതൊന്നും പറയാൻ സമയമില്ല. 10 രാജ്യങ്ങളുടെ നേതാവായിട്ടാണ് ഈ പുള്ളി വരുന്നത്. നിങ്ങൾ പറ, 10 രാജ്യങ്ങൾക്ക് നേതാവായിട്ട് ഒരാൾ വന്നാൽ ഇവിടെ ആരംഗീകരിക്കുമെന്നാണ് ഈ പറയുന്നത്? ആരംഗീകരിക്കും? ഇന്ത്യയെ ചൈന അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ യുദ്ധം ചെയ്യുന്നത്? അത് പോട്ടെ, ഇവിടെയുള്ള സംസ്ഥാനങ്ങൾ തമ്മിൽ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. കാവേരി നദീജല തർക്കം നമുക്കറിയാം, മുല്ലപ്പെരിയാർ തർക്കം നമുക്കറിയാം. മംഗലാപുരത്തേക്ക് കാസർഗോഡ് നിന്ന് കോവിഡ് രോഗിയെ കൊണ്ടുപോയപ്പം കർണാടക സർക്കാർ ടാറ്റോടെ മണ്ണിട്ടടച്ചു. അതും ഇന്ത്യ, ഇതും ഇന്ത്യ, ഇങ്ങോട്ട് കടക്കണ്ടെന്ന്. അപ്പൊ അതിർത്തികൾ പ്രശ്നമില്ലേ? അമേരിക്കയിലെ ബൈഡൻ ജയിച്ചു, മറ്റേ പുള്ളി സമ്മതിച്ചിട്ടില്ല. എന്തൊക്കെ ബഹളമാ! പരമാവധി നോക്കി ആ രാജ്യത്ത് തന്നെ ഇപ്പൊ ആരെയും നേതാവായിട്ട് അംഗീകരിക്കുന്നേ? ഒരാളിങ്ങോട്ട് വന്നുവെച്ചും അമേരിക്ക പറഞ്ഞാൽ ലോകത്തിന്റെ പോലീസുകാരൻ, അതവിടെ പറഞ്ഞാൽ മതി, ഇവിടെ ആരും അംഗീകരിക്കില്ല.
10 രാജ്യങ്ങൾക്ക് നേതാവായി ഒരാൾ വരണമെങ്കിൽ അയാളെ എതിർക്കാൻ ശേഷിയുള്ള 10 രാജ്യങ്ങൾ എതിർക്കണം. ആരാ? ലോകത്തിൽ നേതാവിനെ അംഗീകരിക്കാൻ ഞങ്ങൾ പറ്റത്തില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളത് ആർക്കാ? അത് അമേരിക്ക, ജർമ്മനി, ബ്രസീൽ, ഇന്ത്യ, ചൈന, അങ്ങനെ നമ്പർ 1 10 രാജ്യങ്ങളാ, ഫ്രാൻസ് ഒക്കെയാണ്. നിങ്ങൾ ശാന്തമായി ചിന്തിക്കണം കേട്ടോ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എതിർക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം ഉണ്ടായാൽ ഇയാളെ വേണ്ട എന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിനും പറ്റില്ല. എന്താ കാര്യം? മനോരമ എടുത്തു നോക്ക്. കോവിഡ് പിടിച്ച് വീണുപോയ നമ്പർ 1 10 രാജ്യങ്ങളുടെ മുൻനിരയിൽ ഖത്തറടക്കം. പിന്നെ ആരാ ഉള്ളത്? 10 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്പർ 1 രാജ്യങ്ങളാണ് തോറ്റുപോയത്. അതിൽ ഒന്നാമനാണ് അമേരിക്ക. ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്. നോക്കിക്കേ, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മുൻ ഭരണാധികാരി പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുവാൻ 18 രാജ്യങ്ങൾ ചേർന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം. ഒരാളുടെ അഭിപ്രായമാണ്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ 10 രാജ്യങ്ങൾക്കല്ല, ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഒരു നേതാവ് രംഗപ്രവേശനം ചെയ്താൽ അവനെ അംഗീകരിക്കത്തക്ക നിലവാരത്തിലാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ സ്ഥിതി. ഇവൻ വന്നാൽ ഇവിടെ സംഭവിക്കുന്ന 10 ഇന കാര്യപരിപാടികളാണ്. ഏകലോക ഭാഷ, ഏകലോക മതം, ഏകലോക പൗരത്വം, ഏകലോക കറൻസി, ഏകലോക ആരാധന, ഏകലോക ബൈബിൾ ഒക്കെ അവൻ കൊണ്ടുവരും. 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴത്തെ പോപ്പിന്റെ അധ്യക്ഷതയിൽ ദുബായിൽ വെച്ച് സർവ്വലോക മത സമ്മേളനം നടത്തി. നമ്മുടെ ബൈബിൾ ഒഴികെയുള്ള മറ്റ് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ചേർത്ത് ബൈബിൾ പ്രിന്റിംഗ് കഴിഞ്ഞു. ചൈന ഡിജിറ്റൽ കറൻസി രംഗത്തെത്തിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു നേതാവ് ലോകത്തിൽ വേണമെന്ന ആശയം പല രാജ്യങ്ങളും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ബൈബിൾ പറഞ്ഞു 10 രാജ്യങ്ങളുടെ നേതാവായി എതിർക്രിസ്തു ലോകത്തിൽ വരും. ഇനി അതിന് തൊട്ടു മുൻപ് ഒരു യുദ്ധം നടക്കണം. അതാണ് ഏകസ്കേൽ 38 കാണുന്ന ഇസ്രായേൽ റഷ്യ യുദ്ധം. നടക്കുമോ? നടക്കും, നടന്നേ പറ്റൂ. ചൈന മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സിൽക്ക് പാത തയ്യാറായി കഴിഞ്ഞു. ഒരു കാലത്ത് ഇസ്രായേലിനെ നഖശിഖാന്തം എതിർത്ത ഒരൊറ്റ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ എതിർക്കുന്നില്ല. ഖത്തർ അനുകൂലമായി, ബഹ്റിൻ അനുകൂലമായി, സൗദി മൗനാനുവാദം നൽകി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ റഷ്യയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കേണ്ടി വന്നാൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ റെഡിയാണ്. ശ്രദ്ധിക്കൂ, എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് തൊട്ടു മുൻപ് ഈ യുദ്ധം നടക്കണം. ആ യുദ്ധം നടക്കുന്നതിനും എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിനും ഇടയിൽ നടക്കുന്ന കാര്യമാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ കാലങ്ങൾ ഇനി അധികമില്ല, ഇനി നാളുകൾ അധികമില്ല. ഇവിടെ ബൈബിൾ പറഞ്ഞത് എങ്ങനെയാണ്? ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്ത് ആര് കാക്കും? നെഞ്ചിൽ കൈവച്ച് പറ, ആരാ കാത്തത്? പറ. സ്വത്രം. ആരാ കാത്തത്? ആൾ വിചാരിച്ചിരിക്കുന്നത് വരുമ്പോഴേ സാനിറ്റൈസർ, മാസ്ക്. മാസ്കിന്റെ ഒക്കെ മലയാളം തപ്പി നടക്കുക ആളുകൾ. എന്തൊക്കെയോ പറയുന്നേ. എത്ര മനോഹരമായി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. മുഖക്കൊട്ട. അങ്ങനെയല്ലേ? മുഖക്കൊട്ട. ഞാൻ കെട്ടാത്ത പോലും വചനപ്രകാരം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ട. ഞാൻ ഇപ്പം മെതിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പണ്ടേ കിട്ടിയാൽ. മുഖക്കൊട്ട എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. മുഖക്കൊട്ട കെട്ടിക്കൊള്ളണം. എങ്ങനെ കെട്ടണം? ഇത് കഴിഞ്ഞാലും കിടന്നത് പരദൂഷണം, കുശുമ്പ്, കുഞ്ഞായ്മ, വാക്ക് തർക്കം, ഇതൊക്കെ ഉണ്ടാകുമ്പം മരണം വരെ എന്ത് കെട്ടിക്കൊള്ളണം? ഒരു മാസ്ക് ധരിച്ചോളൂ. 1 മീറ്റർ അകലം വേണം. ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും 1 മീറ്റർ അകലം നിന്നോ. ഇത് രണ്ടിലും കാലിടറിയാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സാനിറ്റൈസറും കൂടെ പുരട്ടിക്കൊള്ളണം. വചനം എന്ന സാനിറ്റൈസർ. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം. ചില വിചാരിച്ചു 10 രൂപയുടെ ലൈഫ് ബോയ് സോപ്പ് ഇട്ട് 10 പ്രാവശ്യം കഴിയുന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടിരിക്കുന്നത്. അല്ല കുഞ്ഞേ, 10 രൂപയുടെ മാസ്ക് ഇട്ടത് കൊണ്ടാണോ? അതൊന്നുമല്ല. ഇതൊക്കെ ഇട്ടാലും ഇപ്പം ശാപ്പാടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഊരിച്ച തിന്നുന്നേ.
ഭയങ്കര ഗമയിലെല്ലാം വന്നിരിക്കും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ കഴിയുമ്പോൾ ഷാപ്പാടും മാസ്കും ഇല്ല, ഒന്നുമില്ല, എങ്ങനെ തിന്നുന്നേ? ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, എന്നെയും നിന്നെയും രക്ഷിച്ചത് കോടിയിലേക്ക് മരണസംഖ്യ എത്തുമ്പോൾ 10 കോടിക്ക് അപ്പുറത്ത് വൈറസ് ബാധിതര് നിൽക്കുമ്പോൾ 10 മാസം കഴിഞ്ഞ മാർച്ച് മാസം 16, 17, 18 തീയതി ലോകത്തിൽ ആരാധന അടയ്ക്കപ്പെട്ടിട്ടും ഒരു വശത്ത് 1000-ഉം മറുവശത്ത് 10,000-ഉം വീണിട്ടും എന്നെയും നിങ്ങളെയും രക്ഷിച്ചത് മാസ്ക് അല്ല, സാനിറ്റൈസറുമല്ല, 1 മീറ്റർ അകലവുമല്ല. അത് മോശമാണ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് ധരിക്കണം, ഞാനും ധരിക്കും. 70 കുടുംബങ്ങളായിട്ടാണ് മിസ്രൈമിൽ ചെന്നത്. പോരാൻ നേരത്തെ 2.5 ലക്ഷം കുടുംബങ്ങളുണ്ട്. 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി എന്ന കണക്കെടുത്താൽ 2.5 ലക്ഷം ആട്ടിൻകുട്ടികൾ അന്ന് രാത്രി അറക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തം, കുതിരയ്ക്ക് 50. 2.5 ലക്ഷം കുഞ്ഞാടുകൾ അറക്കപ്പെട്ടപ്പോൾ പെരിയാറിന്റെ കൈവഴി പോലെ രക്തപ്പുഴ ഒഴുകിയില്ലേ? സംഹാരത്തിന്റെ വാളുമായി ദൂതൻ ചെന്ന് കുടിൽ മുതൽ കൊട്ടാരം വരെ ആദ്യ യാതന്മാരുടെ ശിരസം കൂടി അറുത്തപ്പോൾ ഒരു പെരുപ്പുഴ അതിലെ ഒഴുകിയില്ലേ? പക്ഷേ ആ രക്തപ്പുഴയല്ല യഹൂദന്റെ കുടുംബത്തിൽ വാള് കയറാതിരുന്നത്, മറിച്ച് അവിടെ കുഞ്ഞാടിന്റെ രക്തം അവന്റെ കട്ടളക്കാലിന്റെ മേലും കുറുമ്പടി മേലും ഉണ്ടായിരുന്നു കൊണ്ടാണ് അവന്റെ കുടുംബത്തിൽ സംഹാരദൂതൻ താണ്ഡവ നൃത്തം ചവിട്ടാതിരുന്നത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 10 മാസം പിന്നിട്ടപ്പോഴും ഞാൻ 13 ജില്ലകളിൽ യാത്ര ചെയ്യേണ്ടി വന്നു. എനിക്ക് കാസർഗോഡ് ഒഴികെ ബാക്കി 13 പോകേണ്ടി വന്നു. എത്രയോ ഫംഗ്ഷനിൽ പങ്കെടുത്തു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചതെല്ലാം ഞാൻ ചെയ്തെങ്കിലും ഞാൻ നെഞ്ചിൽ കൈവച്ച് ഉറച്ച് വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മെ രക്ഷിച്ചത് മാസ്ക് അല്ല, നമ്മെ രക്ഷിച്ചത് സാനിറ്റൈസർ അല്ല, നമ്മെ രക്ഷിച്ചത് 1 മീറ്റർ അകലമല്ല, കുഞ്ഞാടിന്റെ രക്തമാണ് എന്നെ രക്ഷിച്ചെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ചോ. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തമാണ് നിന്നെ വിടുവിക്കുന്നത്. അമേരിക്കൻ പടയാളികൾ യുദ്ധസമയത്ത് മറയാൻ കണ്ടുപിടിച്ചതാണ് ബങ്കറുകൾ. അതുകൊണ്ട് ആ സദ്ദാം ഹുസൈനെ കൈയോടെ പിടികൂടിയതും പരസ്യമായി തൂക്കിക്കൊന്നതും. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ സാമ്രാജ്യ ശക്തികളായിരുന്ന റഷ്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കോക്കസ് പാറകൾ. ഇന്ത്യയുടെ ധീരന്മാരായ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കാർഗിൽ മലനിരകൾ. ലോകത്തിന്റെ സർവ്വ സൈന്യ ബലമുള്ള സമ്പത്തുള്ള അമേരിക്കൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ ബങ്കറുകളുണ്ട്. റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ കോക്കസ് പാറകളുണ്ട്. ഇന്ത്യൻ പടയാളികൾക്ക് മറയുവാൻ കാർഗിൽ മലനിരകളുണ്ട്. വേദപുസ്തകം എടുത്ത് സ്തോത്രം പറഞ്ഞ് നടക്കുന്ന എനിക്കും നിങ്ങൾക്കും മറയാൻ ബങ്കറുകളില്ല, കോക്കസ് പാറകളില്ല, കാർഗിൽ മലനിരകളുമില്ല. അത്യുന്നതന്റെ മറവും സർവശക്തന്റെ നിഴലും മാത്രമേ ഉള്ളൂ. അംഗീകരിച്ചവരും അനുഭവിച്ചവരും ഒരു പ്രാവശ്യവും കൂടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ലോകത്തോടായി വിളിച്ചു പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുൻപ് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ മറ്റൊരു ശക്തികൾക്കും സാധ്യമല്ല. നമുക്ക് എഴുന്നേൽക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്രിയപ്പെട്ടവര്, ഒരു ചില നിമിഷത്തേരത്തേക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നടത്തു വരാം. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂമിൽ കൂടെ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ മുട്ടുകുത്ത്, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക്. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടായി പറയട്ടെ, 10 മാസം പിന്നിടുമ്പോഴും നിങ്ങളെ ദൈവം തമ്പുരാൻ ജീവനോടെ ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടി യേശു വരാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഈ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് മുന്നറിയിപ്പുകൾ നൽകി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗരാജ്യത്തിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ
ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ്. മാസ്ക് ധരിച്ചവർ മരിച്ചുപോയില്ലേ? PPE കിറ്റ് ധരിച്ച ഡോക്ടർമാരും നേഴ്സുമാരും കണ്ണീരോടെ വിട പറഞ്ഞില്ലേ? പലരും 1 മീറ്റർ അകലം നിന്നവർ, എത്രയോ മൈലുകൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ ശവസംസ്കാരം കാണാനിടയായി. പക്ഷെ ഇന്ന് രാത്രിയിലും എന്നെയും നിന്നെയും വിടുവിച്ചിരിക്കുന്നത് ക്രൂശിലെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ രക്തമാണെന്നും ആ രക്തത്തിൽ ആശ്രയിച്ചിട്ടല്ലാതെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ഈ ലോകത്തിലെ മരണത്തിൽ നിന്നും നീക്കുപോക്കില്ല എന്നും എത്ര പേർ തിരിച്ചറിയും? ഇന്ന് രാത്രിയിൽ ആര് വലതുകരം നെഞ്ചത്തോട് ചേർത്ത് പിടിക്കും? ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? വിശ്വാസികളെ, നമ്മൾ നെഞ്ചിൽ കൈവച്ചു പറയുന്നു, കുഞ്ഞാടിന്റെ രക്തമാണ് ഇന്ന് രാത്രിയിൽ 2021 ജനുവരി മാസത്തിൽ എന്നെ തൃശ്ശൂരിൽ നിൽക്കുമാറാക്കിയത്. ഇതുവരെ കർത്താവിനെ സ്വീകരിക്കാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം ജീവനോടെ നിർത്തിയിരിക്കുന്നത് എതിർക്ക് സുരംഗ പ്രവേശനം ചെയ്യാറായി. കർത്താവ് വരാറായി. നിങ്ങളെ നരകത്തിലേക്ക് വിടുവാൻ യേശുവിന് പദ്ധതിയില്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ ജീവിതത്തിന്റെ പാപങ്ങൾ, കുറവുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഇന്ന് രാത്രിയിൽ രക്ഷിതാവായി, കർത്താവായി അംഗീകരിക്കുവാൻ ഒരവസരവും കൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ മേൽക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ മേൽക്കല്ലയോ മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കാൽവറി മലമേൽ നോക്കി, ഇന്ന് രാത്രി ആ യേശുവിനെ നോക്കും. കാൽവറി മലമേൽ നോക്കി, കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു. ചരിത്രം നൽകിയ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു. ഇതിഹാസ പുരുഷന്മാർ നൽകിയ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞു. ദൈവദാസന്മാർ നൽകിയ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞു. അതിന്റെ ഫലം ദുരന്തങ്ങളാണ്. അതിനെ മറികടക്കാം. പക്ഷേ യേശു വരാറായി എന്ന മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിലെ യാഗമായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന മുന്നറിയിപ്പിന്റെ ദൂത തള്ളിക്കളഞ്ഞാൽ നരകത്തിൽ പോകും. സ്വർഗത്തിൽ വരാൻ കഴിയില്ല. ഈ 10 മാസം ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നത് പോലെ, ഒരു കഴുകനും പരുന്തിനും വിട്ടുകൊടുക്കാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ, ഇടത്തും വലത്തും പലരും വീണിട്ടും ദൈവം തന്നെ ജീവനോടെ വച്ചിരിക്കുന്നത് നീ ക്രൂശിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ വരവിൽ അവനോടൊപ്പം എടുക്കപ്പെടുവാൻ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് എത്ര പേർ തിരിച്ചറിയും? ഇന്ന് തള്ളുക നിന്റെ പാപമില്ല, തള്ളുക നിന്റെ പാപമല്ല, തള്ളുക ഒരു മനസ്താപം ഉണ്ടാകട്ടെ. ക്രൂശിലേക്ക് വരിക. രക്ഷിതാവിനെ
രക്ഷിതാവിനെ കാണ്ടപാവി നിന്റെ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ പേർക്കല്ലയോ എന്ന വരി മാറ്റിപ്പിടിച്ച് എൻ്റെ പേർക്കല്ലയോ ക്രൂശിൽ തൂങ്ങുന്നു. ആ യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചുകൊണ്ട് 4 മുന്നറിയിപ്പുകളിൽ അബദ്ധം പറ്റിയവരെ യേശു വരാറായി എന്ന മുന്നറിയിപ്പും ക്രൂശ് മരണം താങ്കൾക്ക് വേണ്ടിയാണ് എന്ന മുന്നറിയിപ്പും തള്ളിക്കളയാതെ കർത്താവിനായി ജീവിക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. പല മുന്നറിയിപ്പുകളും തള്ളിക്കളഞ്ഞപ്പോൾ പല ദുരന്തങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. അതുപോലല്ല ക്രൂശ്. അത് തള്ളിക്കളഞ്ഞവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്നേക്കുമായി അവർ നരകത്തിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ നരകത്തിൽ വിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ അപ്പാ ഈ പരസിൽ ഞങ്ങളെ രക്ഷിച്ച് തടുത്തു മാറ്റി വകഞ്ഞു മാറ്റി ഇന്ന് വരെ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഞങ്ങൾ ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവഭക്തന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. വരവിൻ്റെ മുന്നറിയിപ്പ് തള്ളിക്കളയാതെ ജീവിക്കുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.